ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് തിരിയാം. യാക്കോബിൻ്റെ ലേഖന പഠനം നമ്മൾ കുറച്ച് നാളായിട്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതുവരെ ഉള്ളതൊന്ന് ഓർമ്മിപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസമുളവാക്കുന്ന നിർവ്യാജ ഭക്തി എന്താണെന്ന് പഠിക്കുവാൻ വേണ്ടി എഴുതിയതാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 26 27 വാക്യങ്ങളിൽ യാക്കോബ് അതെടുത്ത് പറയുന്നുണ്ട്. നിർവ്യാജ ഭക്തി, അതിൻ്റെ ഫലങ്ങൾ എന്താണ്? ആ 3 ഫലങ്ങൾ അതിനെ ചൊല്ലിയാണ് പിന്നീടുള്ള അധ്യായങ്ങൾ. ആദ്യം 2-ാം അധ്യായത്തിൽ സഹോദര സ്നേഹം അല്ലെങ്കിൽ സ്നേഹം എന്ന ഫലത്തെക്കുറിച്ചായിരുന്നു. അത് നമ്മളവിടെ വെച്ച് കണ്ടു. 3-ാമത്തെ അധ്യായത്തിൽ ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ള വിധേയത്വം, അത് നാവിൻ്റെ ആ കടിഞ്ഞാണിടുന്ന സ്വഭാവത്തിലൂടെ വെളിപ്പെട്ട് വരും. നാവിനെ കടിഞ്ഞാണിടുന്നത് ഹൃദയത്തിലെ ദൈവത്തോടുള്ള വിധേയത്വം നിമിത്തമാണ്. 4-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ഫലമായ ലോകസ്നേഹത്തിൽ നിന്നുള്ള വിശുദ്ധിയെക്കുറിച്ചായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ യാക്കോബിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ പഠിച്ചത് അനുതപിക്കുന്ന വിശ്വാസം. യഥാർത്ഥ വിശ്വാസം ലൗകികത അല്ലെങ്കിൽ ലോകസ്നേഹത്തെ അനുതപിക്കുന്ന, മാനസാന്തരപ്പെടുന്നതാണ് യഥാർത്ഥ വിശ്വാസം. 4-ാമത്തെ അധ്യായത്തെ അവസാനം നമ്മൾ കണ്ട വാക്യമാണ് 10-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അനുതപിക്കുന്ന വിശ്വാസം എന്താണെന്ന് നമ്മൾ കണ്ടപ്പോൾ അവിടെ അനുതാപത്തിൻ്റെ 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ അവസാനം പറഞ്ഞതാണ് നിങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ താഴണം. ഈ വിഷയം തന്നെയാണ് ഇനിയും തുടർന്നുമുള്ളത്. ഈ താഴ്മയുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 മേഖലകൾ, അതായത് വളരെ പെട്ടെന്ന് അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാൻ എളുപ്പമായ 3 മേഖലകളാണ് ഇനി യാക്കോബ് നമ്മളോട് പറയുന്നത്. സാധാരണ ഈ യാക്കോബിൻ്റെ ലേഖനം പഠിപ്പിക്കാറില്ല. പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം പലരും മനസ്സിലാകാറില്ല. അതുകൊണ്ട് തന്നെ ഈ പഠന പരമ്പരയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ലേഖനകർത്താവ് ചുമ്മാ കുറേ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുകയല്ല, ബന്ധമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുകയല്ല. ഇതെല്ലാം ഒരു ബന്ധമുള്ള തൻ്റെ ഒരു വാദമാണ് ഇതെല്ലാം. അപ്പോൾ താഴ്മയുമായിട്ട് ബന്ധമുള്ളതാണ് ഇനി പറയുന്നതും, അല്ലാതെ ചുമ്മാ കുറേ അല്ലറ ചില്ലറ കാര്യങ്ങൾ പറയുകയല്ല. വളരെ വേഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ അകന്നു പോകുവാനും അഹംഭാവം വളരുവാനും സാധ്യതയുള്ള 3 മേഖലകളാണ് ഇനി നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് താഴ്മയുള്ള വിശ്വാസം. അപ്പോൾ നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും യാക്കോബിൻ്റെ ലേഖനത്തിൽ എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. യാക്കോബ് 4:10 മുതൽ 5:6 വരെ ഞാൻ വായിക്കാം. ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ച് ഉടുപ്പ് പുഴുവരിച്ചും പോയി.
നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വച്ചല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പൊളച്ച് കൊലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതും ഇല്ല. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ വിഷയം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുക. ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൻ്റെ സർവപ്രധാനമായ വിഷയമാണ് താഴ്മ. താഴ്മയില്ല എങ്കിൽ ആത്മീയനായില്ല. ബൈബിളെല്ലാം അരച്ച് കലക്കി കുടിച്ച് കാണാ പഠിച്ച് പ്രസംഗിക്കാനൊക്കെ നന്നായിട്ട് അറിയാം, ശുശ്രൂഷയൊക്കെ നന്നായിട്ട് ചെയ്യും. താഴ്മയില്ലെങ്കിൽ ആ വ്യക്തി ആത്മീയനായില്ല, അല്ലേ? അതുകൊണ്ട് ബൈബിൾ പഠിച്ച് കാണാ പഠിച്ചു പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്, നല്ല കൃപാവരങ്ങളുണ്ട്. പക്ഷെ താഴ്മയില്ലെങ്കിൽ ആ വ്യക്തി ഒന്നുമില്ല, ആത്മീയനല്ലെന്നാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു, അല്ലേ? അപ്പൊ താഴ്മയില്ലാത്തൊരു വ്യക്തി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, എന്തൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ കൃപാവരങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും ദൈവം ആ വ്യക്തിയോട് എതിർത്തു നിൽക്കുകയാണ്, ആത്മീയനല്ല, അല്ലേ? അതുകൊണ്ട് താഴ്മ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും സർവപ്രധാനമേറിയ വിഷയമാണ്. ഇതിനേക്കാളും ഒരു പ്രധാനമുള്ള വിഷയം വേറെ ഒന്നുമില്ല, താഴ്മ, അല്ലേ? പക്ഷെ താഴ്മയെക്കുറിച്ച് നമ്മൾ ഒന്നും കേൾക്കാറില്ല, പ്രസംഗമൊന്നും. കാരണം ഇത് പ്രധാനമല്ല നമുക്കൊന്നും പൊതുവെ, അല്ലേ? വളരെ കാതലായ വിഷയമാണ് ഇത്. പ്രസംഗിക്കാനും പാടാണ്, അതാണ് ഈ പ്രശ്നം. പ്രസംഗം തന്നെ വലിയ നിഗളിയാണ്, പിന്നെ നമ്മളെ പോലുള്ളവർക്ക് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഒരു 2 മാസം ബ്രേക്ക് എടുത്തത്. യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കാതിരുന്നതിന്റെ ഒരു കാരണം ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കും, അല്ലേ? കുറച്ച് സമയമെടുത്തു. അപ്പോൾ നമ്മുടെ ആ താഴ്മയുടെ പുറകെയുള്ള ഓട്ടത്തിൽ വളരെ സൂക്ഷിച്ചിടപെടേണ്ട 3 മേഖലകളാണ് ഇനി യാക്കോബ് പറയുന്നത്. ഇന്ന് നമ്മൾ താഴ്മയെക്കുറിച്ചല്ല പഠിക്കുന്നത്, താഴ്മ കളഞ്ഞു കുളിക്കാൻ എളുപ്പമുള്ള 3 മേഖലകൾ. അവിടെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ്, അല്ലേ? കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ അറിയാതെ അഹങ്കാരം കടന്നു വരുവാൻ ഏറ്റവും എളുപ്പമുള്ള 3 മേഖലകളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എല്ലാം വിഷയം ഹൃദയത്തിനകത്താണ് ഈ അഹങ്കാരം. അതാണ് ഈ കുഴപ്പം. ആരും കാണത്തില്ല, നമ്മളും ദൈവവും മാത്രമേ അറിയുള്ളൂ. ഹൃദയത്തിനകത്ത് ഈ അഹങ്കാരം വന്നാൽ അതിന് വേറൊരു വാക്കുണ്ട് മലയാളം ബൈബിളില്, ഗർവം. കേട്ടിട്ടുണ്ടോ? ഗർവം. ആ ഗർവം വന്നാലുള്ള കുഴപ്പം എന്താണ്? വാക്യങ്ങൾ വായിച്ച് സഹായിക്കുന്നവർ ദയവ് ഇത് വായിച്ച് സഹായിക്കണം. സദൃശ്യവാക്യങ്ങൾ 16:5. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. ഗർവമുള്ള ഏവനും, അത്രേ ഉള്ളൂ കുഴപ്പം, യഹോവയ്ക്ക് വെറുപ്പാകുന്നു. സദൃശ്യവാക്യം എഴുതിയവൻ കൈ ഓടിക്കുക, ഹല്ലേലൂയ, അവന് ശിക്ഷ ഉറപ്പായിട്ടും വരുവാണ്. കണ്ടോ? ഗർവം വന്നാൾ കുഴപ്പം. അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്നാണ് മലയാളം ബൈബിളില്. ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് യഹോവയ്ക്ക് മ്ലേച്ഛതയാകുന്നു എന്നാണ്. അവിടുത്തെ ആ മൂലഭാഷയിലെ വാക്കതാണ് മ്ലേച്ഛത. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ അബോമിനേഷൻ, ഡിറ്റസ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. മ്ലേച്ഛത എന്താണ്? നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പോയപ്പം ആരെങ്കിലും ഒരാൾ ഛർദ്ദിച്ചു വെച്ചിരിക്കുന്നു, നിങ്ങൾ ഫോട്ടോ എടുത്തോണ്ട് വീട്ടിൽ പോകും? ഇല്ലല്ലേ? നമുക്ക് അറപ്പ്, ഈ അറപ്പ് എന്നുള്ള വാക്കാണ്. പക്ഷെ യഹോവയ്ക്ക് ആരോടാണ് അറപ്പ്? ഹൃദയത്തിൽ ഗർവമുള്ളവരുണ്ട്, അല്ലേ? ഈ അറപ്പെന്ന് പറഞ്ഞിരിക്കുന്ന ആ എബ്രായ ഭാഷയിലെ വാക്ക് ഒന്നാമതായിട്ട് യഹോവയ്ക്ക് വെറുപ്പെന്നുള്ള ആ അർത്ഥത്തിൽ ഒന്നാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 18:22. ഒന്ന് വായിച്ചു കേൾക്കണേ. സ്ത്രീയോടെന്ന പോലെ പുരുഷൻ കയറി പുരുഷന്റെ കൂടെ കിടക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വവർഗരതി, ഹോമോസെക്ഷുവാലിറ്റി, അല്ലേ? സ്വവർഗരതി കർത്താവിന് മ്ലേച്ഛത. ഇതാണ് കർത്താവിന് മ്ലേച്ഛത എന്താണെന്നുള്ള ഒന്നാമത്തെ വാക്യം. അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ അത് വെറുപ്പെന്നാക്കി കളഞ്ഞെന്നേ ഉള്ളൂ. സദൃശ്യത്തില് സദൃശ്യം 16:5. അപ്പൊ കണ്ടോ, നമുക്കൊക്കെ സ്വവർഗരതി ഇഷ്ടമുള്ള ആളുകൾക്ക് ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, നമുക്ക് മ്ലേച്ഛതയാണ്. അയ്യേ,
പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും കൂടെ, അല്ലേ? അതുതന്നെയാണ് കർത്താവിന് എന്ത് തോന്നുന്നത്? ഉള്ളിൽ അഹങ്കാരം വരുന്ന ഏവനോട് ഉണ്ടോ? എന്തുമാത്രം അപ്പൊ കർത്താവിന് അത് വെറുപ്പാണെന്ന് മനസ്സിലായോ? നമുക്ക് സ്വവർഗരതിയോട് തോന്നുന്ന അതേ വെറുപ്പൊക്കെ തന്നെ ദൈവത്തിനും നമ്മുടെ ഉള്ളിൽ ഗർവം വന്നാൽ തോന്നും. അപ്പൊ ഹൃദയത്തിനകത്ത് താഴ്മ ഇല്ലെങ്കിലുള്ള കുഴപ്പം അത്രയേ ഉള്ളൂ, യഹോവയ്ക്ക് വെറുപ്പുള്ളവനായി മാറും. അതാ നേരത്തെ പറഞ്ഞത് 6-ാമത്തെ വാക്യത്തിൽ, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കും. ഇവനൊന്നും ഇനി നന്മ പ്രാപിക്കരുതാണ് നേരത്തെ വായിച്ചത്. അവർക്കൊക്കെ ശിക്ഷ വരാതിരിക്കുകയില്ല എന്നോർത്ത് ഞാൻ കൈയടിക്കുന്നു. ഉറപ്പായിട്ടും ദൈവം കുഴി കൊണ്ടിടും, അല്ലേ? ദൈവം നിഗളികളോട് എതിർത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ആർക്കും ഇവിടെ ദൈവത്താൽ വെറുക്കപ്പെടാനോ എതിർക്കപ്പെടാനോ ആഗ്രഹമില്ലല്ലോ. ഒരു ദൈവമക്കൾക്കും അത് ആഗ്രഹമില്ല. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങളും ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം ഈ വിഷയങ്ങളിൽ. അപ്പൊ ഒന്നാമതായിട്ട് ഹൃദയത്തിനകത്ത് നിഗളം അല്ലെങ്കിൽ ഗർവം വരാൻ ഏറ്റവും എളുപ്പമുള്ള വിഷയമാണ് അന്യോന്യം ദുഷിക്കുക, അല്ലേ? അതാണ് ഒന്നാമത് 11-ാം വാക്യം, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. കർത്താവിന്റെ സന്നിധി താഴ്ന്നിരിക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വാക്യത്തിൽ പറയണം അന്യോന്യം ദുഷിക്കരുത്, തന്റെ സഹോദരനെ വിധിക്കരുത്. വളരെ വേഗത്തിൽ താഴ്മ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്ന ഒരു വിഷയമാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, പരദൂഷണമൊക്കെ പറയുക, അല്ലേ? ഒരുപാട് വാക്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. പരദൂഷണത്തെ കുറിച്ച് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് എഫീസ്യ ലേഖനം 4:31, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും വിട്ടൊഴിഞ്ഞു പോകട്ടെ. അതിൽ കൂടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ദൂഷണവും. കണ്ടോ? സകല കുറ്റാരവും എന്നൊക്കെ പറഞ്ഞ് അടുത്ത പറഞ്ഞിരിക്കുകയാണ് ദൂഷണം. ദൂഷണം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകണം. ദൂഷണം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകത്തില്ല. ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ദൂഷണം വിട്ടുപോകണം. സഭയിലാകട്ടെ പുറത്താകട്ടെ വീട്ടിലാകട്ടെ 3-4 പേരിങ്ങനെ കൂടിയിരുന്ന് അവിടെ ഇല്ലാത്ത ഒരുത്തിനെ കുറിച്ച് കുറ്റം പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? വിട്ടൊഴിഞ്ഞു പോകണം. പോയി ഇരിക്കരുത്. എന്ത് പറ്റും? ഹൃദയത്തിൽ നിഗളം വരും. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അവിടെ ഇല്ലാത്ത ഒരു 4-ാമനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദൂഷണം പറയുക. അങ്ങനെ പറയരുത്. അവിടുന്ന് ഓടിപ്പോകണം, വിട്ടൊഴിഞ്ഞു പോകണം. വളരെ വേഗത്തിലുള്ളിൽ നിഗളം വരും. 1 പത്രോസ് 2:1. അവിടെ മലയാളം ബൈബിളിൽ ദൂഷണം എന്നുള്ള വാക്കില്ല, പക്ഷെ അവിടെ ഉണ്ട്, യവന ഭാഷയിലുണ്ട്. 1 പത്രോസ് 2:1. സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും ഇതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് വേണം കുഞ്ഞുങ്ങളെ പോലെ മായമില്ലാത്ത വചനത്തിന്റെ പാല് കുടിക്കാൻ വരണമെന്നാണ് അവിടെ പത്രോസ് പറയുന്നത്. പക്ഷെ അവസാനം പറഞ്ഞ എല്ലാം നുണ. ഈ നുണ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ശരിക്കുള്ള വാക്ക് ദൂഷണം. നുണ എന്ന് പറഞ്ഞാൽ സാധാരണ കള്ളം പറയുന്നതിനെ കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞുകൊണ്ട് നടക്കുക, അവരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് അവരെ ദുഷിക്കുക, അല്ലേ? സദൃശ്യം 20:19. നുണയൻ. അവിടെയും പറഞ്ഞിരിക്കുന്ന വാക്ക് ഈ ദൂഷണം പറയുന്നു എന്നാണ്. ദൂഷണം പറയുന്നതിന് എന്ത് ചെയ്യുന്നു? രഹസ്യം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പരദൂഷണം പറയുന്നവര് അവരോട് രഹസ്യമാക്കി വെക്കേണ്ടതൊക്കെ നാട്ടിൽ മുഴുവൻ ഫ്ലാഷ് അടിക്കും. അതിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആരോ ഒരാൾ നമ്മളോട് ചിലപ്പം പ്രാർത്ഥനാ വിഷയമായിട്ടോ വല്ലതും പറഞ്ഞതായിരിക്കും. പോയി നാട്ടിലുള്ള എല്ലാ പ്രാർത്ഥനാ മീറ്റിങ്ങിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് ആത്മീയമായി, അല്ലേ? ആത്മീയ പരിവേഷത്തിൽ ദൂഷണം പറയുക. പല പ്രാർത്ഥനാ മീറ്റിങ്ങിലും പോകാൻ കൊള്ളത്തില്ല. കാരണം പലരുടെ രഹസ്യമൊക്കെ വിളമ്പുക അവിടെ, അല്ലേ? ആളുകളുടെ കുറ്റം എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ? അങ്ങനെയുള്ളവൻ രഹസ്യം വിളമ്പുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങനത്തെ വിടുവായന്മാരുടെ, ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, വിടുവായന്മാർ, ഗോസിപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെ? ഏഷണി പറയുന്നവന്മാരിൽ നിന്ന് ഓടിപ്പോകണം. നമ്മൾ അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല. 50-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവ് തന്നെ പറയുക. 50-ാമത്തെ സങ്കീർത്തനം 19 മുതൽ 21 ഒന്ന് വായിച്ചേ. നിന്റെ നാവ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ഇതൊക്കെ ദൈവം തന്നെ പറയുക. നിന്റെ സഹോദരന് വിരോധമായി നീ സംസാരിക്കുന്നു. ഏത് സഹോദരൻ? നിന്റെ അമ്മയുടെ മകനെ അല്ല, സഭയിലെ അല്ല, നിന്റെ അമ്മയുടെ മകനെതിരെ വരെ അപവാദം പറയുന്നു. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? അടുത്ത വാക്യം, ഞാൻ മിണ്ടാതിരുന്നു.
ദൈവം ഒരു ശിക്ഷയും തരാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പരദൂഷണമൊക്കെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ദൈവം എന്നെ പോലൊക്കെ തന്നെയാണ്. ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതല്ല, മനുഷ്യന്റെ ഛായയിലല്ല ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം സൃഷ്ടിയല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ ഈ പാപമൊക്കെ ചെയ്തിട്ട് ഒരു അനന്തരം പോലും ഇല്ലല്ലോ, അപ്പൊ പിന്നെ ദൈവത്തിന് ഒരു കുഴപ്പമില്ലായിരിക്കും, ലൈസൻസ് ആയി പാപം ചെയ്യാം. ആരെക്കുറിച്ചാ പരദൂഷണം പറഞ്ഞ്? സ്വന്തം വീട്ടിലുള്ള സ്വന്തം സഹോദരനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ ആ കർത്താവ് പറയാണ്, ഞാൻ ഇതിനൊക്കെ ശിക്ഷ വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 101:5, ഞാൻ നശിപ്പിക്കും കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. ഞാൻ സഹിക്കില്ല. ഇത് ആരാ പറയുന്നത്? ഇത് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ദൈവം പറഞ്ഞാണ്. ദൈവം അല്ല ഇത് പറഞ്ഞത്. ഇത് ദാവീദ് തന്റെ ഭക്തിയെ കുറിച്ച് പറയാണ്. ഞാൻ ഈ ഏഷണി പറയണവന്മാരെ ഒന്നും എന്റെ സന്നിധിയിൽ വെച്ച് പൊറുപ്പിക്കില്ല. നമ്മൾ അങ്ങനാണോ? നമ്മളെ കുറിച്ചുള്ള സാക്ഷി ഏതാണോ? ഇയാളോട് പോയി ഏഷണി ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങേര് വെച്ച് തരും, അയാൾ അപ്പോ ഓടിക്കും. ഇത് കണ്ടോ, തന്റെ ഭക്തിയുടെ ആ തീക്ഷ്ണത ഏറ്റെടുത്തുകൊണ്ട് പറയാണ്, ഏഷണിയും കൊണ്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ അവനെ ഞാൻ നശിപ്പിച്ചു കളയും. അവന്റെ ഉന്നത ഭാവവും കണ്ടോ, ഹൃദയത്തിനകത്തെ നിഗളം, അതുകൊണ്ടാണ് അവൻ ഏഷണി പറയുന്നത്. ഇത് നാവിന്റെ കുഴപ്പമല്ല, ഇത് ഹൃദയത്തിന്റെ കുഴപ്പമാണ്. അങ്ങനെയുള്ളവരെ ഞാൻ അടുപ്പിക്കുകയില്ലെന്നാ ദാവീദ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് സഹോദരിമാർ ഇത് സൂക്ഷിക്കണം. നിരവധി വാക്യങ്ങളുണ്ട് സഹോദരിമാരും ഏഷണി എന്ന് പറഞ്ഞ വാക്കും ദൂഷണവും ഒക്കെ ചേർത്ത്. എല്ലാം ഒന്നും വായിക്കുന്നില്ല. തീത്തോസിന്റെ 2:3 മാത്രം വായിക്കാം. അതെ, വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പൊ വൃദ്ധന്മാരെല്ലാം കേട്ടോണേ, അമ്മമാരെല്ലാം, പ്രായമായ മുതിർന്ന സഹോദരിമാരെല്ലാം അങ്ങനെ തന്നെ പവിത്ര, അതായത് പാതിവൃത്യമൊക്കെ ഉള്ള ഏഷണി പറയാത്തവരും. ബാക്കി വായിക്കണമെന്നില്ല. അവിടെ മുതിർന്ന സഹോദരിമാർക്ക് എന്താണ് അനുയോജ്യമായത്, യോഗ്യമായെന്ന് പറഞ്ഞ ഏഷണി പറയരുത്. തിമോത്തിയിലൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട് അല്ലേ? അങ്ങനെയുള്ള സഹോദരിമാർക്ക് ഒരു ശുശ്രൂഷയും കൊടുക്കരുതെന്ന് 1 തിമോത്തി 3 പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷക്കാരത്തികൾ ഏഷണി പറയാത്തവരായിരിക്കണം. ഇന്ന് സഭയിലെ മിക്കവാറും ഒക്കെ ശുശ്രൂഷയിൽ വലിയ തലപൊക്കം ഉള്ളവരൊക്കെ ഏഷണി ടീമുകളുമായിരിക്കും. അതാണ് ഒരു കുഴപ്പം. അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കരുത്, ഏഷണി പറയരുത്. നാവിന് കടിഞ്ഞാണിടുന്നവരാണോ എന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് ശുശ്രൂഷ കൊടുക്കാവുള്ളൂ സഭയിൽ അല്ലേ? അപ്പൊ കണ്ടോ, ഏഷണിക്കെതിരെ ദൂഷണം പറയുന്നതിനെ കുറിച്ച് എത്ര വാക്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്, ദോഷം പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിന്റെ സഹോദരനെ ദുഷിക്കാനും വിധിക്കുവാനും പാടില്ല അല്ലേ? വളരെ എളുപ്പമാണ് മറ്റുള്ളവരെ വിധിക്കുമ്പോഴും അവരെ കുറിച്ച് എന്തെങ്കിലും അവരുടെ പോരായ്മകൾ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനല്ല എന്ന ഒരു ഭാവം എൻ്റെ ഉള്ളിൽ വരും. നമ്മുടെയൊക്കെ ഉള്ളിൽ വരും. നമ്മളവരെ പോലെ അല്ലല്ലോ, തീർന്നു, അപ്പോഴേ അഹംഭാവം കയറി. അതുകൊണ്ടാണ് ഇതിൽ കടക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? യേശു ക്രിസ്തു പഠിപ്പിച്ചറിയാലോ. മത്തായി 7:1-2 വായിച്ചേ. ഈ വിധിക്കരുത് എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കണം. അത് പലപ്പോഴും തെറ്റായിട്ടാണ് അത് ഉദ്ധരിക്കപ്പെടുന്നത്. മത്തായി 7:1-2 വായിച്ചേ. യേശു ക്രിസ്തു ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ച എന്താ? വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ദൈവത്താൽ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ വിധിക്കരുത്. നിങ്ങൾ എന്ത് മാനദണ്ഡം എടുത്ത് മറ്റുള്ളവരെ വിധിക്കുന്നു, അതേ മാനദണ്ഡം ഞാൻ നിങ്ങളുടെ മേലും അർപ്പിക്കും. മതി. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ വിധിക്കരുത്. അപ്പൊ പൊതുവെ നമ്മൾ ഈ ഒരു വാക്യം മാത്രമേ കേൾക്കാറുള്ളൂ സഭയില്, വിധിക്കരുത് വിധിക്കരുത്. എല്ലാരും കേട്ടിട്ടില്ലേ വിധിക്കരുത് എന്നുള്ള വാക്യം? അപ്പോ ഒരു നേരായ മനസ്സിലായില്ലെങ്കിൽ, എന്താണ് ഈ വിധിക്കരുതെന്ന് ബൈബിൾ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇവിടെ യാക്കോബിന്റെ 11 നമുക്ക് മനസ്സിലാകുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു കേട്ടോ, നിന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുന്നു, വിധിക്കുന്നു. അതെങ്ങനാ? ഞാൻ എൻ്റെ സഹോദരനെ വിധിക്കുകയോ ദൂഷണം പറയുകയോ ചെയ്താൽ ഞാൻ ദൈവവചനത്തെ ദൂഷണം പറഞ്ഞു എന്നാ. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള ഉപദേശം, വിധിക്കരുതെന്നുള്ള ഉപദേശം മനസ്സിലാക്കണം. അപ്പോൾ ബൈബിളിൽ വിധിക്കരുതെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, വിധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതറിയാവോ? മത്തായി 7 വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പല സഭകളും, പ്രത്യേകിച്ച് വലിയ സഭകൾ, ഏത് അണ്ടനും അടകോടനും കയറിയിരിക്കുന്ന സഭകളിൽ വിധിക്കരുത്. നിങ്ങൾ ആരും വിധിക്കരുത് കേട്ടോ, ഇത് മാത്രമേ കേൾക്കത്തുള്ളൂ നിങ്ങൾ. കാരണം അവിടെ പാസ്റ്ററും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണോണ്ട് എന്നെയും വിധിക്കരുതെന്നുള്ള മുൻകൂർ ജാമ്യമാണത്. ആരെയും വിധിക്കരുത്. അത് ശരിയായ ഉപദേശമല്ല, അത് തെറ്റായ ഉപദേശം. വിധിക്കരുതെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ്. ഇതേ യേശു ക്രിസ്തു യോഹന്നാൻ 7
യോഹന്നാൻ 7:24 പറഞ്ഞിരിക്കുന്ന ഒന്ന് കേട്ടെ. മത്തായി 7 മാത്രമേ പല സഭകളിലും കേൾക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ഉപദേശവും പഠിപ്പിക്കാത്ത തട്ടുപൊളിപ്പൻ സഭകളിൽ അത് മാത്രമേ കേൾക്കാറുള്ളൂ. എന്നാ യോഹന്നാൻ 7:24 എന്താ പറഞ്ഞിരിക്കുന്നത്? കാഴ്ചപ്രകാരം, കാണുന്ന പോലെ വിധിക്കരുത്, പിന്നെ നീതിയോടെ വിധിക്കണോ. ഇതേ യേശുക്രിസ്തു തന്നെ പറയാം, വിധിക്കണോ. ആഹാ, അപ്പൊ വിധിക്കരുതെന്നുമുണ്ട്, വിധിക്കണമെന്നുമുണ്ട്, അല്ലെ? പൗലോസ് എടുത്തേ 1 കൊരിന്ത്യർ 4:5 വായിച്ചേ. കർത്താവിന്റെ 2ാം വരവിന് മുന്നോടിയായി ഒന്നും വിധിക്കരുത്. അപ്പൊ വിധിക്കരുതെന്ന് പൗലോസ് പറഞ്ഞു. 5-ാമത്തെ അധ്യായത്തിൽ വന്ന് 5-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ, കൊരിന്ത്യ സഭയിൽ നിങ്ങളുടെ ഇടയിൽ ലൈംഗിക പാപങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പന്റെ ഭാര്യയും വെച്ചോണ്ട് ഒരുത്തിന് ഇരിപ്പുണ്ടെന്ന് അതിനകത്ത്. ഇത് രക്ഷിക്കപ്പെടാത്തവരെ പോലും നടക്കാത്ത അത്രയ്ക്ക് മ്ലേച്ഛതയാണ് നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു കൂസലും ഇല്ല. നേരത്തെ പറഞ്ഞില്ല, അണ്ടനും അടകോടനും ഒക്കെ ഇങ്ങ് പോരെ, മെഗാ ചർച്ച് പണിയാണ്, അതുകൊണ്ട് ഏതവനും ഇങ്ങ് പോരെ, ഏത് പാപത്തിൽ ജീവിക്കുന്നു ഇങ്ങ് പോരെ. പക്ഷെ പൗലോസിന്റെ മറുപടി കേട്ടെ 3 മുതൽ 5. ഞാൻ സഭയിൽ നിന്ന് ദൂരസ്ഥനാണെങ്കിലും നിങ്ങളുടെ കൂടെ ആത്മാവിന്റെ കൂടെയുണ്ട്. വിധിച്ചിരിക്കുന്നു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും അവസാനമാണ് എന്തോ ആയി ചെയ്തെന്നുള്ളത്. ബാക്കിയെല്ലാം അതിന് മുമ്പേ കയറി എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനാണേലും ഞാൻ അവനെ വിധിച്ചിരിക്കുന്നു. പിന്നെ അതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശമൊക്കെയാണ് പിന്നെ ഇടയ്ക്ക് പറഞ്ഞതല്ല. കണ്ടോ? അപ്പൊ പൗലോസല്ലേ നേരത്തെ പറഞ്ഞ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുതെന്ന്. പിന്നെ ഇപ്പൊ കയറി എന്തിനാ വിധിച്ചേ? ഞാൻ വിധിച്ചു, നിങ്ങൾ വിധിച്ചില്ലല്ലോ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാ പറഞ്ഞു. അപ്പൊ വിധിക്കരുതെന്നും ബൈബിളിലുണ്ട്, വിധിക്കണം എന്നുണ്ട് ബൈബിൾ. നമുക്കിത് രണ്ടും അറിഞ്ഞൂടെ. നമ്മൾ ശരിയായിട്ടുള്ള വിധിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും പാലിക്കാറുമില്ല, വിധിക്കരുതെന്ന് പറഞ്ഞിടത്തെല്ലാം വിധിച്ചുകൊണ്ട് നടക്കുക. എന്താ അതിന്റെ അർത്ഥം? വിധിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപടതയോടെ നിങ്ങൾ വിധിക്കരുത്, അല്ലേ? അതാണ് മത്തായി 7 കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ കണ്ണിൽ ഒരു വലിയ കോലിരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റ് നിങ്ങളുടെ കണ്ണിനകത്ത് കയറിയിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, നിന്റെ കണ്ണിലെ ഒരു പൊടി ഇരിക്കുന്നു, ഞാൻ എടുത്തു തരാം. എടാ, നിന്റെ കണ്ണിലെ ആദ്യം കോലിടറ, അല്ലേ? വലിയ പാപത്തിൽ ജീവിക്കുന്ന ഒരുത്തം വന്നിട്ട് പറയാം, ഞാൻ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാം, അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി തന്റെ അപ്പന്റെ ഭാര്യയും വെച്ചോണ്ടിരിക്കുന്നു വന്നിട്ട് പറയാം, കുഞ്ഞുങ്ങളെ ഞാൻ ഇന്ന് ലൈംഗിക പാപത്തെ കുറിച്ച് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പോടെ എന്ന് പറയും, അല്ലേ? ഇന്ന് പല പാസ്റ്റർമാരും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? സ്വന്തം ജീവിതത്തിൽ പാലിക്കാത്ത എല്ലാം ആഴ്ചതോറും പ്രസംഗിച്ച് തകർക്കുകയാണ്, അല്ലേ? അങ്ങനെ ചെയ്യരുതെന്നാണ് മത്തായി 7 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിധിക്കരുത്, കപടതയോടെ വിധിക്കരുത്. എന്നാൽ വിധിക്കണം. എങ്ങനെ? മറ്റൊരു വ്യക്തി പാപം ചെയ്യണേ, അത് പാപം ഒന്ന് പറയണം. അല്ലാതെ സഭയിൽ അണ്ടനും അടകോടനും കയറി വരാനുള്ള സ്ഥലമല്ല. ഇവിടെ രണ്ടിടത്തും കണ്ടോ, നിങ്ങളെ കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയോടെ വിധിക്കണം. പൗലോസ് വിധിച്ചത് എന്തുകൊണ്ടാണ്? ഈ വ്യക്തി വചനപ്രകാരം തെറ്റു ചെയ്തു, അതുകൊണ്ട് വിധിക്കരുത് ചില പാസ്റ്റർമാർ പറയും. എന്താ അറിയാം അർത്ഥം? ആരും ആരുടെയും പാപം ഒന്നും ചൂണ്ടിക്കാണിക്കണ്ട, ഞാനും പാപത്തില്ല, എന്നെ ഒന്നും കുറ്റം പറയരുത്. ഇത് പറയുന്ന പാസ്റ്റർമാരെ ശ്രദ്ധിച്ചു നോക്കി അറിയാം, അവരൊരു ശിക്ഷണത്തിനും കീഴ്പ്പെടാത്ത കള്ളന്മാരായിരിക്കും ഉറപ്പായിട്ടും. ഇതൊക്കെ വചനപ്രകാരമുള്ള തത്വമാണ്, മുഖമൊന്നും നോക്കണ്ട. ഉറപ്പായിട്ടും പുള്ളി ഒരു ശിക്ഷണത്തിനും കീഴ്പ്പെടാത്ത ഒരു സുഖിമാനായിരിക്കും. അങ്ങനത്തെ സുഖിമാന്മാരെല്ലാം പഠിപ്പിക്കണം, വിധിക്കരുത്. കർത്താവ് പറഞ്ഞല്ലോ വിധിക്കരുത്. വിധിക്കണം. എന്ത് വിധിക്കണം? വചനപ്രകാരം പാപം ചെയ്യുകയാണെങ്കിൽ. അപ്പൊ പിന്നെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ദുഷിക്കരുത്, വിധിക്കരുത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? നിങ്ങൾക്ക് തോന്നിയതുപോലെ വിധിക്കരുത്. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ച് ഒരു വ്യക്തിയെയും വിധിക്കരുത്. പിന്നെ എങ്ങനെ വിധിക്കാം? വചനപ്രകാരം വേണമെങ്കിൽ വിധിക്കാം. ദൈവ വചനപ്രകാരം ഒരു വ്യക്തി പാപം ചെയ്യുകയാണെങ്കിൽ അത് പാപമാണെന്ന് ചൂണ്ടിപ്പറയാം. അതിനുള്ള അധികാരവും അതിനുള്ള സാവകാശവും അതിനുള്ള മുഖാന്തരമൊക്കെ ദൈവം ഒരുക്കാണില്ല. അവിടെയും അവരെ കയറി ഗുണീകരിക്കാനൊന്നും നമുക്ക് എല്ലാവർക്കും അധികാരമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്തത് തെറ്റാണെന്ന് പറയണമെങ്കിൽ മാനദണ്ഡം വചനമായിരിക്കണം. അല്ലാതെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ വിധിച്ച് ദൂരെ കളഞ്ഞു, ഇതല്ലേ പരദൂഷണം.
പരദൂഷണത്തിലാണ് നമ്മൾ. വചനപ്രകാരമുള്ള കാര്യമാണോ ഈ പറയുന്നത്? അയ്യോ വിശുദ്ധി അവർ കളഞ്ഞു കുളിച്ചു, അവർക്ക് വേണ്ടി എനിക്ക് ഭയങ്കര ദണ്ണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പരദൂഷണം പറയുന്നത്. എന്നെ പോലെ അല്ല അവർ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് കുറ്റം പറയും. ഇതല്ലേ പരദൂഷണം? അങ്ങനെ പരദൂഷണം പറയുമ്പോൾ മാനദണ്ഡം എന്തായി? ഞാനായി. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ അന്യോന്യം വിധിക്കുമെങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് എന്തിനാണ് വിധിക്കുന്നത്? ദൈവവചനത്തെ. അല്ലേ? ഇപ്പൊ എനിക്ക് ദൈവവചനം പറയാത്തൊരു വിഷയത്തിൽ എനിക്ക് ഇതാണ് ഇഷ്ടം, ഈ ഇഷ്ടത്തിനോട് ചേരാത്തവന്മാരെല്ലാം കൊള്ളത്തില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്തോ ആത്യന്തികമായിട്ട് പറയുന്നത്? ദൈവവചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എൻ്റെ വചനത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ബൈബിൾ എഴുതുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ചേർത്ത് എഴുതും, ഇങ്ങനെ ചെയ്യുന്നവരാണ് നല്ലവരും. അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ഉപദേശത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നായി പറയുന്നത്. അല്ലേ? അതിനകത്ത് ഇതുകൂടെ എഴുതി വെക്കണമായിരുന്നു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, വചനപ്രകാരം അല്ലാതെ ചുമ്മാ ഇഷ്ടാനിഷ്ടങ്ങളുടെ ബേസിസിൽ നിങ്ങൾ അന്യോന്യം വിധിക്കുമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തെ വിധിക്കുന്നു. എന്നാൽ വചനപ്രകാരം ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കണം അത് ശരിയാണോ തെറ്റോ? അത് പാപമാണ് വചനപ്രകാരം. അതാണ് പൗലോസും യേശുക്രിസ്തുവും ചെയ്തത്. അങ്ങനെ വിധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സഭ. അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് 1 കൊരിന്ത്യർ 5 പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേടെ ഇതുപോലെ പാപം ചെയ്യുന്നതിനൊക്കെ നിങ്ങളുടെ ഇടയിൽ വന്നിരുന്നിട്ട്? അവനെ വിധിക്കണ്ടേ? അവനെ തള്ളിക്കളയണ്ടേ? അവനെ സഭയിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ വിധിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഒരു വിധിക്കാനും പാടില്ല, ആരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, അങ്ങനല്ല. അല്ലേ? നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ വിധിക്കത്തില്ലേ? അല്ല, അവർ ഒരു കുഴപ്പമില്ല, അങ്ങ് ഇപ്പോൾ സ്വർഗത്തിൽ പോയിരിക്കാന്ന് പറയുകയാണ്. അവർക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം ചൂണ്ടിക്കാണിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള മേഖലയിൽ വിധിക്കണം. പക്ഷെ ഇത് അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് കപടത വെച്ചുകൊണ്ട് കപടഭക്തന്മാരായിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അനുസാരം വിധിക്കുകയാണ്. അല്ലേ? ഞാൻ സഭയിൽ വന്നാൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കും, ഇവരൊക്കെ എന്തോന്ന് ചുമ്മാ കയറി വന്നിരിക്കുന്നു. 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് വചനത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അതെ, വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കുറെ മാനദണ്ഡങ്ങൾ വെച്ച് മറ്റുള്ളവരെ വിധിച്ച് തള്ളും, എഴുതി തള്ളും. അതൊന്നും പാടില്ല. അങ്ങനെ വിധിക്കുമ്പോൾ വചനത്തിനെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. വചനത്തിന് എന്തോ കുറവുണ്ടെന്നാണ് ഈ പറയുന്നത്. അങ്ങനെ വിധിക്കരുത്, അവിടെ നിഗളം കയറി വരും. അല്ലേ? അപ്പോ കണ്ണിലെ വലിയ ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കുമ്പം പൊടിയെടുക്കാൻ പോകരുത്. അല്ലേ? കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നോക്കിയ 12-ാം വാക്യം, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. ഒരുവൻ ഇരിപ്പുണ്ട് അങ്ങനത്തെ വിധിയൊക്കെ പാസ്സാക്കാൻ. വചനപ്രകാരം തെറ്റായ കാര്യങ്ങളിൽ പോലും ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ ആയിട്ട് കർത്താവ് ഒരുവൻ ഇരിപ്പുണ്ട്. നമ്മളല്ല ദൈവവചനത്തിന്റെ കർത്താവ്, അതിന്റെ ഉപജ്ഞാതാവ് നമ്മളല്ല. അല്ലേ? നമ്മളല്ല അത് എഴുതുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മാനദണ്ഡത്തിന് കീഴ്പ്പെട്ടിരിക്കണം. മറ്റുള്ളവരെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വിധിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് വിധിച്ച കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഞാനും തോന്നിയ പോലെ നിങ്ങളെ കയറി വിധിക്കും. ഞാൻ നിങ്ങൾ വെച്ചിരിക്കുന്ന അതേ സ്ട്രിക്റ്റ് മാനദണ്ഡത്തിൽ ഞാൻ നിങ്ങളെയും കയറി വിധിക്കും. അതിന് പകരം നമുക്ക് ദയ കൊടുക്കാം അന്യോന്യം. അല്ലേ? കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? നമ്മളെ കാര്യം. അല്ലേ? 2-ാം വരവിൽ കർത്താവ് നല്ല വിധി കർത്താവായിട്ട് മടങ്ങി വരും. അതുകൊണ്ട് അന്യോന്യം വിധിക്കരുത്. അപ്പൊ അതിന്റെ വിധിക്കരുതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, പാപം ചൂണ്ടിക്കാണിക്കരുതെന്നല്ല. ഇനി 2-ാമതായിട്ട് ഹൃദയത്തിൽ നിഗളം കടന്നു വരുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മേഖലയാണ് ഇനി പറയുന്നത്. 13-ാമത്തെ വാക്യം നോക്കി, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ. അതാരാണ്? ഇവിടെ 4 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇന്നോ നാളെയോ, അതായത് എപ്പോൾ, ഒരു പട്ടണത്തിൽ പോകും. അപ്പൊ സ്ഥലം, ഒരാണ്ട് അവിടെ വാഴും. അപ്പൊ സമയവും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യും? വ്യാപാരം ചെയ്യും. എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചു. മാത്രമല്ല ലാഭം കൊയ്യുകയും ചെയ്യും. അതിന്റെ അനന്തരഫലവും തീരുമാനിച്ചു. അല്ലേ? എപ്പോ പോകും, എവിടെ പോകും, എന്ത് ചെയ്യും, അത് നിമിത്തം എന്ത് പ്രാപിച്ചെടുക്കും. ഇതിനെ നമ്മൾ സാധാരണ നമ്മുടെ പച്ച മലയാളത്തിൽ എന്താ വിളിക്കുന്നത്? സ്വപ്നം. അല്ലേ? വലുതാവുമ്പോ എന്താവണം? ഇന്ന പട്ടണത്തിൽ പോയി ഇന്ന വ്യാപാരം ചെയ്ത് ലാഭം കൊയ്ത് ഞാൻ വലിയ ആളാകും. ഇത് പിള്ളേർ ചെയ്തില്ലേലും മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട്. ജനിക്കുമ്പോഴേ തീരുമാനിക്കും ഇവൻ അമേരിക്കയിൽ തന്നെ പോകണം, ബീഹാറിലൊന്നും പോകരുത് കേട്ടോ, അത് പന്നയാണ്. എത്രയോ ക്രിസ്തീയ പാരൻസ് ഉണ്ട്, ആ തള്ളിവിടും. 12-ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ അമേരിക്കയിൽ പോയില്ലെങ്കിൽ അവൻ കൊള്ളരുതാത്ത മകനാണ്. അല്ലേ? ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന ജോലി ചെയ്യും. അല്ലെ? ചിലർ ഓൾറെഡി ഞാൻ ചില കണ്ടിട്ടുണ്ട്, കുഞ്ഞ് ജനിക്കുമ്പോഴേ പറയും ഇവൾ ഡോക്ടറാകും.
എന്നിട്ട് അവിടെ ഒരു എഞ്ചിനീയറെ കിട്ടത്തുള്ളൂ, വേറെ ആരും കിട്ടത്തില്ല. അല്ലേ? ഇന്ന ജോലി ചെയ്യും, ഇന്ന വരുമാനം നേടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലാഭം ഉണ്ടാക്കുന്നു. വ്യാപാരത്തിൽ ലാഭം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? വ്യാപാരം ചെയ്തവർക്കറിയാം. അല്ലേ? ബിസിനസ് ചെയ്യുന്നവരോട് ചോദിക്കണം. ഒരു ഉറപ്പും ഇല്ലാത്തൊരു മേഖലയാണ് ബിസിനസ്. ഇനി എന്തുണ്ടാക്കി കൊടുത്താലും, അല്ലെ, നിത്യവൃത്തിക്ക് ആവശ്യമായ നമ്മൾ അരി ഉണ്ടാക്കിയാൽ, പാലുണ്ടാക്കിയാൽ പോലും പൊട്ടിപ്പോവാറില്ലേ? എത്രയോ കമ്പനികൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഉൽപ്പന്നം അനുസരിച്ചൊന്നുമല്ല, ബിസിനസ്സൊക്കെ അയ്യോ ലോട്ടറി പോലെയാണ്. നടന്നു ഇല്ലേ? എത്രയോ പേര് പൊട്ടിപ്പൊളിഞ്ഞു പോയി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക ഞങ്ങൾ ലാഭം ഉണ്ടാക്കുമെന്ന്. അല്ലേ? അങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കണം. സ്വപ്നം ഹൃദയത്തിൽ മെനയുന്നവർ സൂക്ഷിക്കണം. അങ്ങനെ സ്വപ്നം മെനയും എന്തു പറ്റും? ഹൃദയത്തിൽ നികളം വലിഞ്ഞു കയറും. ഈ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരുപ്പിന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞത് മറന്നുപോയി. സ്വപ്നം കാണുമ്പോൾ ഈ വാക്യം ഓർക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരുപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സ്വപ്നം കാണാൻ നേരം ഈ വാക്യം നോക്കാറുണ്ടോ നമ്മൾ? ഇവിടെ പ്ലാൻ ചെയ്യുമ്പം അടുത്ത 5 വർഷത്തെ പ്ലാൻ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കാം. അവൻ ഉയർത്തും. അവൻ കൊണ്ടുപോകും പട്ടണത്തില്, അവൻ കൊണ്ടുപോകും വ്യാപാരത്തില്, അവൻ തരുകയാണേ മതി ലാഭം. ചുരുക്കി പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ദൈവഹിതത്തിന് കീഴ്പ്പെടുക. ശരിക്കും നമ്മൾ ഈ നാടകമൊക്കെ മാറ്റി വെച്ചിട്ട്, ക്രിസ്തീയ മലയാള ഈ സാഹിത്യോടിയൊക്കെ മാറ്റി വെച്ചിട്ട്, ശരിക്കും എത്ര ക്രിസ്ത്യാനികൾ ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്? എൻ്റെ അനുഭവത്തിൽ വളരെ വിരളം. ഒരു 1000 ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ഒരുത്തനെ കിട്ടിയാൽ കൊള്ളാം. അത് മിക്കവാറും ഒരു മിഷൻ ഫീൽഡിലായിരിക്കും ഞാൻ അങ്ങനെയുള്ളവരെ പരിചയപ്പെടുന്നത്. അവരെല്ലാം കളഞ്ഞു പോയി. അല്ലാതെ ഇവിടെ കേരളത്തിലൊന്നും ഞാൻ കാണാറില്ല. സത്യാവസ്ഥയാണ്, ഒരുത്തനും ഇല്ല. എല്ലാവരും സ്വന്തം മോഹങ്ങളെയെല്ലാം അടിച്ചേൽപ്പിച്ച് കർത്താവിനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച് പോകുന്നു. എൻ്റെ ആവശ്യങ്ങൾ നേടുവാനുള്ള ഒരു വഴി മാത്രമാണ് കർത്താവ്. ഇതെന്നല്ലേ ജാതിയര്? ഇതെന്നല്ലേ രക്ഷിക്കപ്പെടാത്തവൻ? അല്ലേ? ദൈവം ഒരു മാർഗം, ദൈവം ഒരു വഴി. കുറുക്കു വഴിയല്ല, നേരായ വഴിയാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ ദൈവത്തെ കിട്ടി ബാക്കി ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അയ്യോ അതുപോരാ. അല്ലേ? ഇപ്പൊ ഈ പറയുന്ന പാരന്റ്സിനോട് നിങ്ങളുടെ മകന് ദൈവത്തെ കിട്ടും, വേറെ അമേരിക്കൻ കിട്ടാൻ പോകുന്നില്ല, ഡോക്ടർ കൊച്ചിനെയും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല, അവൻ അങ്ങനെ ദൈവം മാത്രം കിട്ടും. അയ്യോ ലൂസർ അല്ലേ? അവൻ വലിയ തോൽവി. ദൈവഹിത പ്രകാരം അവൻ ശോഭിക്കും, എന്നാൽ ലോകത്തിൽ അവൻ വേദനയും കഷ്ടതയും അനുഭവിക്കും. അയ്യേ, ഇത് ഏത് മകനെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയാം? ആ കർത്താവായ യേശുക്രിസ്തു ജനിച്ചപ്പോ ശിമിയോൻ എന്ന് പറഞ്ഞ കാര്യമായി പറഞ്ഞത്. അവൻ കർത്താവിന്റെ കണ്ണിൽ വലിയവനായിരിക്കും, പക്ഷെ നിന്റെ ഹൃദയത്തിൽ ഒരു വാളായിരിക്കും. ഇതാണ് മറിയോട് പറഞ്ഞത്. നിന്റെ മകൻ നിമിത്തം നീ അതിവേദന സഹിക്കും, വാളിറങ്ങും. അയ്യോ, കുറച്ചു മുമ്പേ കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ദൂതൻ വന്ന് പറഞ്ഞത് കൃപ ലഭിച്ചോളേ എന്നാണല്ലോ. ഇപ്പൊ പറയാ വാളിറങ്ങുമെന്ന്. അപ്പൊ കൃപ ലഭിക്കാൻ മനസ്സിലായല്ലോ എന്തോ ഇറങ്ങാൻ പോകുന്നതെന്ന്. വേദനയും കഷ്ടതയൊക്കെ വരും. അല്ലാതെ കൃപ ലഭിച്ചോളേ കാനഡയുടെ വിസ ഇതാ വരുന്നു ഒരിടത്തും ഇല്ല വചനത്തിൽ. അല്ലേ? അപ്പൊ മകൻ കർത്താവിന്റെ സന്നിധി വളരെ വലിയവനായിരിക്കും. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇസ്രായേൽ രാജ്യത്തെ വാഴും, പക്ഷെ നിന്റെ ഹൃദയത്തിൽ വാളായിരിക്കും. ഉണ്ടോ? അതൊന്നും ഇന്നത്തെ പാരന്റ്സിന് വേണ്ട. അയ്യേ, അതൊന്നും വേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ വാള് വീഴട്ടെ, ലോകത്തിലാവും വലിയവനാകട്ടെ. അല്ലെ? സ്വപ്നം കാണുമ്പോൾ, ഭാവി ജീവിതത്തെ കുറിച്ച് ഹൃദയത്തിൽ പ്ലാനുകൾ മെനയുമ്പോൾ സൂക്ഷിക്കണം. വളരെ വേഗത്തിൽ അഹന്ത കടന്നു വരും. കർത്താവിന്റെ സന്നിധിയിലെ താഴ്മ പോയി. അല്ലെ? അത് വളരെ വേഗത്തിൽ പോകും. എന്താ ഇവരുടെ കുഴപ്പം? യാക്കോബ് പറയണം, അങ്ങനെയുള്ളവരെ വാ കേൾപ്പിൻ. എന്താ കേൾക്കേണ്ട ദൂത്? നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഒരു ഭാവനയിൽ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല, സംഭവിക്കത്തില്ലത്. നമ്മൾ വീട്ടിലെ പ്രഷർ കുക്കറിൽ അരിയോ ചിക്കനോ വല്ല വേവിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ വിസില് ഊതുമല്ലോ, മറച്ചാവി വരും. അപ്പം ഭാവനയിലൊന്ന് ചിന്തിക്കുക, ഈ ആവി നിങ്ങളോട് സംസാരിക്കുകയാണ്. പുറത്തിറങ്ങി പ്രഷർ കുക്കർ, ഞാൻ ഇനി ഇവിടെ ഒരു കടയൊക്കെ ഇട്ട് വ്യാപാരമൊക്കെ നടത്തി വലിയ അംബാനിയാകും. നമ്മളെന്താ പറയും? പൊട്ടൻ. അല്ലേ? ഒരു സെക്കൻഡ് താണ്ടി ഇങ്ങനെ കണ്ടു, പിന്നെ എവിടെ പോയി?
അവനാ പറയുന്നത് 1 വർഷം കടയിട്ട് ഞാൻ അംബാനിയാകുമെന്ന്. നമ്മളോട് ആവി ഒരു ദിവസം ആവി സംസാരിക്കത്തില്ല, പക്ഷെ ഒരു ഭാവനയെ പറയണം. ആവി നമ്മളോട് സംസാരിച്ച് നമ്മളെന്തോ പറയും, എടാ നിനക്ക് നീ ആരാന്ന് അറിഞ്ഞുകൂടാ, നീ വെറും ഒരു ആവി അല്ലേ. അപ്പം നിനക്ക് നിന്നെക്കുറിച്ച് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ വിചാരിച്ചു വെച്ചിരിക്കുന്നു നീ എന്തോ ആണെന്ന്. അതിനെന്തോ നമ്മൾ പറയുന്നത്? അഹങ്കാരം അല്ലേ. നമ്മൾ എന്തോ ആണ്, ആനയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്, പക്ഷേ ആനയല്ല, ആവിയാണ് അല്ലേ. അത് മനസ്സിലാക്കിയാൽ യാക്കോബ് പറയാണ്, നിങ്ങൾ ഈ പറയുന്ന വമ്പത്തരം ഒന്നും പറയൂല. അപ്പൊ നമുക്കറിയാമോ നമ്മൾ ആരാണെന്ന്? വചനപ്രകാരം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ എന്തുവായി മനുഷ്യ ആയുസ്സെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 39:5. 4 വിരലേ ഉള്ളൂ ജീവിതകാലം. എന്താണ്ട് ഈ 1, 2, 3, 4 എണ്ണിയപ്പോഴത്തേക്ക് അയ്യോ ജീവിതം തീർന്നു അല്ല. ഈ 4 വിരൽ എണ്ണ എത്ര നേരം എടുക്കും? 1, 2, 3, 4 അത് തീർന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ പോലും വെറും ഒരു ശ്വാസം അല്ലേ, തീർന്നു. ഇത്രയേ ഉള്ളൂ. 103 സങ്കീർത്തനം 15 മുതൽ 16. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു. നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് നോക്കണം പുല്ല് വളർന്നു നിൽക്കുന്നത് അല്ലേ. ഇപ്പൊ ചില പുല്ലിലൊക്കെ ചിലപ്പോൾ ഒരു പൂ വന്നെന്നിരിക്കും. നാളെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പുല്ല് പോയി. ഈ പോയ സ്ഥലത്ത് മറ്റേ വളർന്നു വന്ന പുല്ല്, അയ്യോ ആ പൂ എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ്. പൂ മറന്നു, ആ പുല്ല് ആ പൂവിനെ മറന്നു അല്ലേ. ഇപ്പൊ നിങ്ങളുടെ അപ്പൂപ്പൻ താമസിച്ച വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ ആ അപ്പൂപ്പന്റെ പടം തൂക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ വലിയ കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ഫ്ലാറ്റും വീടും സമുച്ചയമൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പം വേറെ ആരുടെയെങ്കിലുമൊക്കെ കയ്യാവും. അവിടെ ഉള്ളവരാരും നമ്മളെ ഓർക്കത്തുമില്ല അല്ലേ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ 100 വർഷം മുമ്പുള്ള അവകാശിയെ നമുക്കറിയാം, നമ്മൾ അവരെ ഓർക്കുന്ന പോലുമില്ല അല്ലേ. ഇനി ഈ പാരമ്പര്യമായിട്ട് എത്തിയ വല്ല സ്വത്താണെങ്കിൽ പേരെങ്കിലും പറയാം, വല്ല അപ്പൂപ്പൻ്റെ സ്വത്തായിരുന്നു എന്ന്. പക്ഷേ അപ്പൂപ്പനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അതാ പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്ഥലം നമ്മളെ ഓർക്കുന്നില്ല. ഇപ്പം നമ്മൾ വലിയ ഗമയിൽ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഈ സ്ഥലം ഒന്നും ഓർക്കാൻ പോകുന്നില്ല. നമ്മൾ വെറും പുല്ലിലെ പൂ പോലെയാകുന്നു. 144 സങ്കീർത്തനം 4 വാക്യം. അയ്യോ, നിഴല് പോകുന്ന കടന്നു പോകുന്ന നിഴല് പോലാകും അല്ലേ. അത്രേ ഉള്ളൂ ജീവിതം. ഇതുകൊണ്ടാണ് മറ്റേ 90 സങ്കീർത്തനത്തിലെ മോശ എന്താ പ്രാർത്ഥിച്ചത്? ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന ആക്കണം. സ്വപ്നം കാണാൻ തോന്നുമ്പോഴും ഭാവി പദ്ധതികളൊക്കെ രൂപീകരിക്കാൻ തോന്നുമ്പോൾ 90 സങ്കീർത്തനം എടുത്ത് 10 മുതൽ 12 വരെ ഒന്ന് വായിച്ചേ. കൂടിപ്പോയ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ജീവിക്കുമായിരിക്കും. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. ഭക്തനായ മോശയുടെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുവരെ ജീവിക്കുമെന്ന് കർത്താവ് വെളിപ്പാട് തരും എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ നാൾ എത്ര കുറവാണെന്ന് ഞങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ല അങ്ങ് ആയുഷ്കാലം അങ്ങ് നീണ്ടു 1000 വർഷമൊന്നും ആരും ജീവിക്കാൻ പോകുന്നില്ല. കൂടിപ്പോയൊരു 80 വയസ്സ് വരെയൊക്കെ ജീവിക്കത്തുള്ളൂ. അത് താണ്ട് ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. പ്രായമാകും തോറും നമുക്കൊക്കെ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മംഗളും ഞാൻ സംസാരിക്കുകയായിരുന്നു. ഈ വർഷം ഇനി തീർന്നു, 4 മാസം കഴിയുമ്പോൾ ക്രിസ്മസ് ആയെന്ന്. അയ്യോ, ഇപ്പം അങ്ങോട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ ഈ വർഷം അല്ലേ. ജനുവരി ഇന്നലെ പോലെ ഇരിക്കത്തില്ലേ. ഇതാ വർഷങ്ങളൊക്കെ പോകും അല്ലേ. 18ാം വയസ്സിൽ നമുക്ക് തോന്നും ഈ 40 വയസ്സൊക്കെ എപ്പോൾ കുറേ കഴിഞ്ഞിട്ടല്ലേ ആകത്തുള്ളൂ. എന്താണ്ട് അയ്യോ 40 ഇപ്പം 40 തോന്നും. 60, 70 കുറേ കഴിയും. നാളെ നോക്കുമ്പം കിളവനായി 60. ഇതാണ് ജീവിതം. ഇത് നമ്മൾ ജനിക്കുമ്പോഴേ ബൈബിളൊക്കെ വായിച്ച് നിങ്ങൾക്ക് ആദ്യമേ ദൈവം പറഞ്ഞിരിക്കുക. ഞാൻ 17ാം വയസ്സിലേ ഇത് പഠിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ ജീവിതം ഇത്രയൊക്കെ ഉള്ളതെന്ന് അല്ലേ. അത് പഠിച്ചൊന്നുമില്ല, വായിച്ചു. പഠിച്ചത് പിന്നെ അപ്പോൾ കണ്ടോ, നമുക്ക് ആദ്യം മുതലേ ദൈവം പറഞ്ഞിരിക്കുകയാണ് ജീവിതം ഹ്രസ്വമാണ്, ചുരുക്കം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാക്കിയുള്ള ഗുണം, കർത്താവേ ജ്ഞാനമുള്ളൊരു ഹൃദയം തരണമേ അല്ലേ.
ഈ ലോകം അങ്ങനല്ല ജീവിക്കുന്നത്. ലോകം ജീവിക്കുന്നത് അയ്യോ ഇപ്പോഴെങ്ങും മരിക്കാൻ പോകുന്നില്ല കേട്ടോ, എല്ലാ സുഖവും നമുക്ക് പ്രാപിക്കണം, എല്ലാ രാജ്യത്തും പോയി കറങ്ങണം, വെക്കേഷൻ വേണം, 5 അക്ക ശമ്പളം വേണം, മദ്യം വേണം, മറ്റേതെല്ലാം വേണം, അങ്ങനെ എല്ലാം സുഖിച്ച് ഇവിടാണ് സ്വർഗം അല്ലേ? അവരുടെ വിചാരം ഇതൊരിക്കലും തീരാത്ത ജീവിതമാണെന്നാണ്. എന്നാൽ ദൈവമക്കൾ അങ്ങനല്ല. ഈ ജീവിതം അല്പകാലത്തേക്കേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഈ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഞാൻ എടുത്തില്ലെങ്കിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ അനന്തരഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ജീവിതം പാഴാക്കി കളയാനുള്ളതല്ല, ഈ ജീവിതം ലോകസുഖങ്ങളെല്ലാം വെട്ടിപ്പിടിക്കാനുള്ളതല്ല. ഈ ജീവിതം ആത്മീയമായിട്ട് ജീവിക്കേണ്ട ജീവിതമാണ്. ചില മുൻഗണനകളൊക്കെ വചനപ്രകാരം ഞാൻ മനസ്സിലാക്കി അതിനുവേണ്ടി മാത്രം ജീവിക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ വലിയ ആളായി, ഇവിടെ വലിയ അമേരിക്കയിൽ പോയി കോളർ പൊക്കി, അതൊന്നുമല്ല. ഈ ജീവിതം വരുവാനിരിക്കുന്നതിനുള്ള ഒരുക്കമാണ്. അത് അല്പകാലത്തേക്കേ ഉള്ളെന്നറിയുമ്പോൾ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? എല്ലാം ആത്മീയതയ്ക്ക് വേണ്ടി ചെലവാക്കും. വേറെ ഒരു ഉദ്ദേശവും കാണത്തില്ല. ഈ പറയുന്ന പോലെ വ്യാപാരം ചെയ്ത് ലാഭം ഒന്നും വേണ്ട അല്ലേ? അതിൻ്റെ അർത്ഥം ഒരു വ്യാപാരം ഒന്നും ചെയ്യണ്ട എന്നല്ല, അല്ലെങ്കിൽ പദ്ധതികളൊന്നും വേണ്ട എന്നല്ല. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. പദ്ധതികളൊന്നും ഉണ്ടാക്കണ്ട എന്നല്ല, പ്ലാനുകളൊന്നും വേണ്ടെന്നല്ല, അതെല്ലാം പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി താഴ്ന്നിരുന്ന് അവന് കീഴ്പ്പെടുത്തി കൊടുക്കണം. ദൈവം നിനക്ക് ഹിതമാണെങ്കിൽ, നിന്റെ ഉദ്ദേശമാണ് ഇത് നിമിത്തം എൻ്റെ ആത്മീയത കളഞ്ഞു കുളിക്കത്തില്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാം, എനിക്ക് ബിസിനസ് ചെയ്താൽ കൊള്ളാം അല്ലേ? പക്ഷേ എനിക്കതിൽ ആത്മീയതയൊക്കെ കളഞ്ഞേച്ച് ഇപ്പം പലരും പറയുന്നില്ല ജോലി കാരണം ഇനി വരുമൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല എന്ന് പറയുന്ന ലെവലിൽ പോകരുത്. ദൈവത്തോട് കീഴ്പ്പെടണം. അപ്പം ഇത് നമ്മൾ പാലിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ പറയുമ്പോൾ ഗോഡ് വില്ലിങ് അല്ലേ? കല്യാണ ലെറ്ററിലൊക്കെ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ വരുന്ന 15-ാം തീയതി ഞങ്ങളുടെ മക്കളുടെ കല്യാണം, അങ്ങനെ ഒരു ഭാഷാ പ്രയോഗമാക്കി ഇതിനെ അങ്ങ് തരം താഴ്ത്തി. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് വെറും ഒരു ക്രിസ്തീയ മലയാള പ്രയോഗമല്ല. ഇത് നാവിനകത്ത് പുതിയ വാക്ക്, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടമെല്ലാം അടിക്കാം അല്ലേ? എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയറെ മാത്രമേ കെട്ടത്തുള്ളൂ, കാനഡയിൽ പോകും, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നൊരു വാക്ക് ചേർത്താൽ മതി, മാജിക്ക്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിനകത്ത് ആ മനോഭാവം വേണം. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇല്ലേ വേണ്ട എന്ന് പറയണം അല്ലേ? അതുകൊണ്ട് പ്ലാനൊന്നും ഉണ്ടാക്കണ്ട എന്നല്ല, പക്ഷേ കർത്താവിനോട് വിധേയത്വം വേണം. ദൈവഹിതമായിരിക്കണം നമ്മുടെ സ്വപ്നം. അല്ലാതെ എൻ്റെ സ്വപ്നം നടന്നു കിട്ടുന്നതാണ് നല്ലതെന്നല്ല, ദൈവഹിതമാണ് എൻ്റെ സ്വപ്നം. എൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ ഏതോ ഓണം കയറാൻ മൂലം പോകണം, മതി. എൻ്റെ തലമുറയിലുള്ള എല്ലാവരും പോട്ടെ മറ്റേ സ്ഥലത്തൊക്കെ, എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ചെയ്യണം, അത് മതി, അതാണ് എൻ്റെ സ്വപ്നം. അവിടെ പോയാൽ എനിക്ക് സ്വർഗമായിരിക്കും, എൻ്റെ ദൈവം അവിടെ ഉണ്ട് അല്ലേ? വേറെ എവിടെ പോയാലും ദൈവത്തെ കിട്ടത്തില്ല. എടാ നിന്നെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കാനാണ്, ഞാൻ നീയുമായിട്ട് ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അപ്പം നീ അവിടെ എല്ലാം പോയിരുന്ന് യോനെ പോയ പോലെ ഇരിക്കും അല്ലേ? യോനെ നിനവേൽ വിളിച്ചപ്പോൾ അവൻ അപ്പം തന്നെ വിസ കിട്ടി, ഉടനെ ഓടിപ്പോയി അല്ലേ? പലർക്കും അങ്ങനെ പെട്ടെന്ന് വിസ കിട്ടും ദൈവത്തിൽ നിന്ന് ഓടുമ്പോൾ, ഉടനെ തന്നെ ടിക്കറ്റ് കിട്ടി, ബോട്ടിൽ കയറി അവൻ സ്ഥലം വിട്ടു അല്ലേ? പക്ഷെ അത് എവിടെ ചെന്നെത്തി? വലിയ ദുഷ്കരമായിരിക്കും ആ യാത്ര അല്ലേ? അതുകൊണ്ട് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഈ പറയുന്ന സ്വപ്നം, ഞങ്ങൾ ഒരാണ്ട് അവിടെ പോയി താമസിച്ച് ലാഭം കൊയ്യുമെന്ന് പറയുന്നത് നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. വീമ്പ് പറയുന്നു, ബോസ്റ്റിംഗ് അല്ലേ? ഒരു വാക്യം വായിക്കാം, സദൃശ്യം 27:1. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. കേട്ടോ, നാളെ ഞാൻ വലിയ ആനയാകും, നാളെ ഞാൻ വലിയ അതാകും ഇതാകും എന്ന് പറഞ്ഞ് ആരും പ്രശംസിക്കരുത്. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങൾ 14-ാം വാക്യം, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങൾ ദൈവം അല്ലല്ലോ, നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും അറിഞ്ഞൂടാത്ത നമ്മൾ നാളത്തെ ചൊല്ലി പ്രശംസിക്കരുത് അല്ലേ? വചനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നാളെ ചൊല്ലി. മത്തായി 6:34 പറഞ്ഞിട്ടുണ്ട്, നാളത്തെ കുറിച്ച് ആകുല ചിന്തയൊന്നും വേണ്ട അല്ലേ? ഇന്നത്തെ ദോഷം മതി, നാളത്തേനെ കുറിച്ച് നാളെ വിചാരിച്ചോളൂ. നാളത്തെക്കുറിച്ച് വിചാരം പാടില്ല, രണ്ടും പാടില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ഭക്തനെ സംബന്ധിച്ച് നാളെക്കുറിച്ച് ഒരു ആകുലതയില്ല, വിചാരവും ഇല്ല. നാളെക്കുറിച്ച് വലിയ വീമ്പും പറഞ്ഞ് പ്രശംസിക്കുന്നുമില്ല. നാളെ ഞാനുണ്ടല്ലോ, നിങ്ങളൊന്നും ഇവിടെ ഒന്നും കാണത്തില്ല, ഞാൻ അവിടെ ആയിരിക്കും, കാനഡയിലായിരിക്കും എന്നൊന്നും പറഞ്ഞ് പ്രശംസിക്കരുത്
അല്ലേ? നാളെ ഞാൻ വലിയ വ്യാപാരം ചെയ്ത് അംബാനി ആയിരിക്കും, അതും പറയരുത്. അല്ലേ? നാളത്തെക്കുറിച്ച് പ്രശംസിക്കാനും പാടില്ല, നാളത്തെക്കുറിച്ച് വിചാരിക്കാനും പാടില്ല. പിന്നെ എന്തോ ചെയ്യണം? ഇന്ന് ജീവിക്കുക. ഇന്ന് എന്ന് പറയുന്നിടത്ത് ജീവിക്കുക. ഇന്ന് ദൈവം തന്നിട്ടുണ്ട്, ഇന്ന് കൃപയിൽ ജീവിക്കുക, ഇന്ന് ദൈവത്തോട് അടുക്കുക, ഇന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ ജീവിക്കാൻ പഠിക്കണം. അത് ഒരുപാട് വാക്യങ്ങളുണ്ട് ഇന്ന് എന്ന് പറയുന്നത്, അത് നമ്മളിപ്പോൾ എടുത്ത് വായിക്കുന്നില്ല. അപ്പൊ കണ്ടോ, ഒന്നാമതായിട്ട് അന്യോന്യം വിധിക്കരുത്, ദോഷം പറയരുത്, അല്ലെ? കുറ്റം പറഞ്ഞ് നടക്കരുത്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വിധിക്കരുത്. അവിടെ നിഗളം അകത്തു കയറും, ഹൃദയത്തിൽ ഗർവം കടന്നു വരും. ഗർവം കടന്നു വന്നാൽ യഹോവയ്ക്ക് വെറുപ്പുള്ളവനാവും. രണ്ടാമത്തേത്, ഹൃദയത്തിനകത്ത് ഭാവിയെ കുറിച്ചുള്ള പ്ലാനുകൾ മെനയുമ്പോൾ സൂക്ഷിച്ചോണം. കർത്താവിൻ്റെ മുൻപിലുള്ള താഴ്മ നഷ്ടപ്പെട്ടു പോകാൻ വളരെ എളുപ്പമുള്ളതാണ്. അവസാനമായിട്ട് വളരെ വേഗത്തിൽ മൂന്നാമതായിട്ട്, നമ്മുടെ ഹൃദയത്തിൽ ഈ നിഗളം കടന്നു വരുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വിഷയം, ഇതാണ് ഏറ്റവും ഭയാനകമായ വിഷയം. ഇവിടുത്തെ വിഷയം പെട്ടെന്ന് ചിന്തിക്കും, ഇതെന്തോ ബന്ധമൊന്നും ഇല്ലല്ലോ, അല്ലേ? ഈ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, അത് കഴിഞ്ഞ് അടുത്ത അധ്യായം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഈ 2 അധ്യായങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും ചിന്തിക്കാറില്ല. ഇന്നത്തെ ദിവസത്തെ വചനം 4-ാം അധ്യായം എല്ലാം വായിച്ചു മറന്നു, അടുത്ത ദിവസം വീണ്ടും 5-ാം അധ്യായം. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? എല്ലാവർക്കും അറിയാമല്ലോ, പരിശുദ്ധാത്മാവല്ല ഈ അധ്യായങ്ങളും വചനങ്ങളും ഒന്നും തിരിച്ചത്, അല്ലേ? 4-ാമത്തെ അധ്യായത്തിന്റെ 17-ാം വാക്യവും പിന്നെ പറയുന്നതും ചേർന്നു പോകുന്നതാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ, അല്ലെ? സദൃശ്യം 3:27-28 നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യാതിരിക്കരുത്. കേട്ടോ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നന്മ ചെയ്യണമെന്ന് അറിയാം, അതിനുള്ള പ്രാപ്തിയുമുണ്ട്, പക്ഷെ ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. അതിന് ഉദാഹരണമായിട്ടാണ്, ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണത്തിനാണ് ഈ ധനവാന്മാരുടെ കാര്യം പറയുന്നത്. ഇവിടെ വിഷയം ധനവാന്മാരുടെ കാര്യമല്ല. അങ്ങനെയാണ് നമ്മളോട് ആരും പ്രസംഗിക്കേണ്ട ആവശ്യം. നമ്മൾ ആരും ധനവാന്മാരല്ലല്ലോ, അല്ലേ? ബഹുഭൂരിപക്ഷം പേരും നമ്മൾ ആരും ധനവാന്മാരൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകാം, അല്ലേ? എന്നല്ല, ഇവിടുത്തെ പ്രശ്നം അവന്മാർ ധനവാന്മാരായതല്ല. ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ധനവാനാണെങ്കിൽ അയ്യോ കഷ്ടം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കഷ്ടപ്പാടാണ്, അത് വേറെ വാക്യം. രക്ഷിക്കപ്പെടാൻ കഷ്ടപ്പാടാണ്, രക്ഷയിൽ വളരുവാൻ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവരായ ഭാഗ്യവാന്മാരെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ, അല്ലേ? അത് ആത്മാവിലുള്ളത് മത്തായിലും പറയുന്നുണ്ട്, സാധാരണ ദരിദ്രൻ എന്ന് ലൂക്കോസിലും പറയുന്നുണ്ട്. നമുക്ക് ഈ പണം പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ധനവാന്മാരായതല്ല. ഇവിടുത്തെ പ്രശ്നം അവർ ധനമെടുത്ത് അവരുടെ നിക്ഷേപമാക്കി. 3-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചു. അപ്പം നിറച്ച് പൈസയുണ്ട്, നന്മ ചെയ്യാൻ പ്രാപ്തിയുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്? നിലങ്ങളെ കൊയ്യാൻ വന്നവൻ്റെ കൂലി പോലും കൊടുത്തിട്ടില്ല. ചൂഷണം ചെയ്യലാണ് പരിപാടി, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപം തന്നെ, അല്ലേ? ഇവരെന്തുകൊണ്ടാണ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നേ? ഇവർക്ക് എന്തിനോടാ സ്നേഹം? കൂട്ടുവിശ്വാസികളോ അല്ലെ കൂട്ടുകാരോ അയൽക്കപ്പക്കാരെക്കാളെല്ലാം കൂടുതൽ അവരുടെ ഹൃദയത്തിലെ നിക്ഷേപം എന്തായി? പണം. അപ്പൊ 3-ാമതായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഗർവം, നിഗളം വരാനുള്ള കാരണം പണമോഹം. നിങ്ങളുടെ കയ്യിൽ 10 രൂപയേ ഉള്ളെങ്കിലും ആ 10 രൂപ നിങ്ങളുടെ അടുക്ക വരുന്ന സഹോദരനേക്കാളും അയ്യോ എന്നും പറഞ്ഞ് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. അല്ലാതെ ഇത് അംബാനിക്കും കോടികൾ മാത്രം ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് മാത്രമുള്ള വിഷയമല്ല, അല്ലേ? പണമോഹം 10 രൂപ ഉള്ള പിച്ചക്കാരനും വരാം, അല്ലേ? 10 രൂപയുള്ളവനും വരാം. കാരണം എന്താണ്? ആ 10 രൂപയാണ് 10 രൂപ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്ന എൻ്റെ സഹോദരനേക്കാളും വലുതെന്ന് വിചാരിച്ചാൽ, എൻ്റെ നിക്ഷേപം 10 രൂപയാണെന്ന് പറഞ്ഞാൽ 10 രൂപ വെച്ച് നിങ്ങൾ പണമോഹമായി. മറ്റവും കോടികൾ വെച്ച് പണമോഹം, നിങ്ങൾ 10 രൂപ വെച്ചുള്ള പണം. പണമോഹത്തിന് പണത്തിൻ്റെ സംഖ്യ ഒരു മാനദണ്ഡമേ അല്ല, അല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പണവിഷയത്തിൽ വളരെ വേഗം അഹംഭാവം കടന്നു വരും. ഞാൻ എന്തോ ആണ്, എൻ്റെ നിക്ഷേപമാണിത്, ആർക്കും ഞാനിത് കൊടുക്കത്തില്ല, അല്ലേ? പണത്തെ എങ്ങനെയും നമ്മൾ സ്വരൂപിച്ച് കൂട്ടണം, പണം ആരും അപഹരിച്ചുകൊണ്ട് പോവരുത്, അല്ലേ? ബൈബിൾ കളഞ്ഞു പോയാലും പണം കളഞ്ഞു പോകരുത്, അല്ലേ? നിങ്ങളെ മോള് വന്നിട്ട് പറയുകയാണ്, അപ്പാ ഇന്ന് സഭയിൽ ബൈബിൾ കളഞ്ഞു പോയി. അത് കുഴപ്പമില്ല, അടുത്ത ആഴ്ച കൊടുക്കും. അപ്പൊ രാവിലെ 500 രൂപ ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ കൊണ്ട് കളഞ്ഞു. അയ്യോ, ഉടനെ പോവാം, കാറെടുക്ക്.
എന്താ അത് തെളിയിക്കുന്ന മാനദണ്ഡം? നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപം. അതാണ് അല്ലേ? അപ്പൊ ഇവിടെ പ്രശ്നം എത്ര പൈസ എന്നുള്ളതല്ല. ഇവന്മാരെ കണ്ടോ, വീട്ടിൽ ജോലിക്ക് വന്നവന് പോലും അവർക്കത് കൊടുക്കാൻ വയ്യ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ പണവിഷയത്തിൽ നമ്മുടെ നിക്ഷേപം ദൈവമാണോ പണമാണോ? നമ്മൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? അതോ പണത്തെക്കുറിച്ചൊക്കെ അഹങ്കരിച്ച് ഇത്ര സമ്പത്തുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹംഭാവം കടന്നു വരുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ? പണമോഹം ഉണ്ടെങ്കിൽ അഹംഭാവം ഉറപ്പായിട്ടും വരും അല്ലേ? എടുത്ത് വായിക്കുന്നില്ല, ലൂക്കോസ് 16:13 കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിയില്ല. എന്നിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന യജമാനന്മാർ, ഒന്ന് ദൈവവും മറ്റത് ധനത്തിൻ്റെ ദൈവം. അന്നത്തെ കാലത്ത് അല്ലാതെ പിശാചെന്നോ വേറെ ഏതെങ്കിലും ലൈംഗിക പാപമെന്നോ അസൂയെന്നോ അതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു പാപം, ദേഷ്യം എന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. 2 യജമാനന്മാരേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ സേവിച്ചുകൊണ്ട് നടക്കുന്നില്ല, നിങ്ങൾ പണത്തെ സേവിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏതിൻ്റെ പുറകെ? പണവിഷയങ്ങളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ടോ? എന്തുമാത്രം, അതൊരു വലിയ പ്രസംഗത്തിനുള്ള അത്രയും കാര്യങ്ങളുണ്ട് അല്ലേ? പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ദുഃഖം വരുമോ? അത്രയും രൂപ അവിടെ ചെലവാക്കി, ഭയങ്കര ദുഃഖം അല്ലേ? അങ്ങനെ വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നിക്ഷേപം പണമാണ്. പാപം ചെയ്യുമ്പോൾ അത്രയും ദുഃഖം വരാറുണ്ടോ? മാനസാന്തരം വരാറുണ്ടോ? അയ്യോ, ഇന്ന് ഞാൻ ഇത്രയും പാപം ചെയ്തു, ദൈവത്തെ ദുഃഖിപ്പിച്ചു, ഇന്ന് ഇത്രയും രൂപ ഒരുത്തം പോക്കറ്റിൽ നിന്ന് അടിച്ചോണ്ട് പോയി. ഏതിലാ ദുഃഖം കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ? സാധാരണഗതിയിൽ ഏതിൻ്റെ പേരിൽ ഉറക്കം പോകും? ഏതിൻ്റെ പേരിൽ ഉപവസിക്കും? ഏതിൻ്റെ പേരിൽ കണ്ണീര് വരും? അത് തെളിയിക്കും. പണമാണോ ദൈവമാണോ ഹൃദയത്തിലെ നിക്ഷേപം എന്നുള്ളത്. വചനപ്രകാരം പണമിടപാടുകളിൽ നമ്മൾ പാലിക്കാറുണ്ടോ ദൈവവചനം? അല്ലേ? ഇതും വേറൊരു മേഖലയാണ്. ഞാൻ ഇന്നേ വരെ ഇതൊന്നും സഭകളൊന്നും പാലിച്ച് കാണാറില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പോയി, എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അവർ ഈ കാര്യത്തിലൊക്കെ വളരെ തീക്ഷ്ണമായ അനുസരണം കാഴ്ചവെക്കുന്ന ഒരു സഭ തിരുവനന്തപുരത്ത് തന്നെ. അതെനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ചില വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിക്കുന്നില്ല. റോമർ 13:7-8 പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നികുതി കൊടുക്കണം, ചുങ്കം കൊടുക്കണം, സ്നേഹമൊഴികെ വേറെ ഒരു വിഷയത്തിലും കടമുണ്ടായിരിക്കാൻ പാടില്ല. നമ്മളൊക്കെ കടത്തിലാണോ ജീവിക്കുന്നത്? കടം കൊടുത്തു തീർക്കാൻ നിങ്ങൾക്ക് എത്രമാത്രം വ്യഗ്രതയുണ്ട്? നികുതി കൊടുക്കാറുണ്ടോ നമ്മൾ? ഇതൊക്കെ നമ്മൾ യേശു കർത്താവാണെന്നുള്ള ആ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? നികുതി കൊടുക്കാറുണ്ടോ നമ്മൾ? നികുതി കൊടുക്കേണ്ട ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിൽ. ചുങ്കം കൊടുക്കാറുണ്ടോ നമ്മളൊരു സ്ഥലം വാങ്ങിച്ചാൽ പേപ്പറിൽ അത്ര എഴുതി വെക്കൂല. അയ്യോ, പണം ഒരുപാട് പോകും. അപ്പോൾ പണത്തെ രക്ഷിക്കണം. പണം നിക്ഷേപമാണ് അല്ലേ? മറ്റേത് 4 ലക്ഷത്തിന് സ്ഥലം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ടാക്സ് പോകും, അതുകൊണ്ട് അത് വെട്ടിക്കുറച്ച് 1 ലക്ഷത്തിനെ വിറ്റുള്ളെന്ന് എഴുതും. ഇതൊക്കെ വിശ്വാസികൾ ചെയ്യുന്ന പരിപാടിയല്ലേ? എന്തുകൊണ്ട്? അയ്യോ, നമ്മുടെ നിക്ഷേപം പോകും. അല്ലാതെ ദൈവസാക്ഷ്യം പോകും. അത് സാക്ഷ്യമൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. സാക്ഷ്യം കുഴപ്പമില്ല, പണം പോകരുത്. അതെ, 3 യോഹന്നാൻ 1:7 പറഞ്ഞിരിക്കുകയാണ്, തിരുനാമം നിമിത്തം മിഷണറിമാരായി പോയവർ ജാതീയരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവസഭ അവരെ പരിപോഷിക്കണം, അവരെ നിങ്ങൾ പരിചരിക്കണം. ഇന്ന് എവിടെ ഉണ്ട് അങ്ങനെ അല്ലെ? ജാതീയരുടെ നമ്മൾ സ്തോത്ര കാഴ്ച വാങ്ങിക്കൂല, നമ്മൾ ഒരു രീതിയിലുള്ള ഒരു സാമ്പത്തികവും വാങ്ങിക്കൂല അല്ലേ? ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി എത്രയോ പേര് റോഡിലിറങ്ങി പരസ്യയോഗം നടത്തി. അവിടെ വഴി കൂടെ പോകുന്ന ഏവനും സ്തോത്ര കാഴ്ചയിലിടാം, കള്ളു കുടിക്കുന്നവനും വന്ന് സ്തോത്ര കാഴ്ചയിലിടാം. അതൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. നമുക്ക് ചിലവൊക്കെ മീറ്റ് ചെയ്യണ്ടേ അല്ലേ? ഏത് സഭയുണ്ട് ഇത് പാലിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അങ്കിളിനെ കണ്ടു. ആ അങ്കിൾ രക്ഷിക്കപ്പെട്ടത് ഇത് കാരണമാണ്. പുള്ളി ഒരു നാമധേയ നമ്മുടെ സാധാരണ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പുള്ളി ജോലി സ്ഥലത്ത്, IT സ്ഥലത്ത് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അത് വിശ്വാസിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞു, നിന്റെ സഭയ്ക്ക് ഇതാണ്ട് ഇത്ര ഇരിക്കട്ടെ. അപ്പോൾ ആ വിശ്വാസി പറഞ്ഞു, ആ വിശ്വാസികളുടെ 1 രൂപ ഞങ്ങൾ വാങ്ങിക്കൂല. അപ്പൊ ഈ പുള്ളിക്ക് ഉള്ളിലും കുത്തുകൊണ്ട്, എടാ, ഞാൻ ജനിച്ച നാളെ മുതൽ പള്ളിയിൽ പോകുന്നവൻ, ഞാൻ അവിശ്വാസിയോ? അതെന്ത്? പുള്ളി വചനം വായിക്കാൻ തുടങ്ങി. ഞാൻ ഏത് വകയെ കൂടെ അവിശ്വാസിയാണ്. വചനം വായിച്ചപ്പോൾ മനസ്സിലായി ഞാൻ അവിശ്വാസിയാണ്, ഞാൻ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല. അങ്ങനെ പുള്ളി രക്ഷിക്കപ്പെട്ടു. അപ്പൊ ആ അങ്കിൾ രക്ഷിക്കപ്പെട്ടത് ഈ വചനം ആരോ ഒരാള് സാമ്പത്തിക കാര്യങ്ങളിൽ വചനം പാലിക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ട്, ആ സഭയും തീരുമാനിച്ചത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ കണ്ടോ, ഈ ഭാഗത്തൊക്കെ സാക്ഷ്യം ഇല്ലാത്തത് കാരണം എത്ര പേര് രക്ഷിക്കപ്പെടാതെ പോയി കാണും അല്ലേ? എത്ര വാക്യങ്ങൾ. കൈക്കൂലി കൊടുക്കാറുണ്ടോ? അയ്യോ, ഇത് പറഞ്ഞു തീരത്തില്ല അല്ലേ? കൈക്കൂലി വാങ്ങിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല
ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ്, ഫ്ലാറ്റും സമുച്ചയമൊക്കെ കേട്ട് ഞാൻ പോയിരിക്കുക, അതിൻ്റെ അങ്ങളോട് സംസാരിക്കുക, എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് ബ്രദറെ, ഇത്രയും പെട്ടെന്ന് അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കും, എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. എന്നിട്ട് ഞായറാഴ്ച പോയി ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അന്യഭാഷയിൽ ബഹളം വെക്കുന്നു. എന്തോന്ന് ആരാധന? ദൈവവചനമൊന്നും അല്ലേ ഇവരൊന്നും വായിക്കുന്നത്? അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ നമ്മുടെ ദൈവമാരാണ്, നമ്മുടെ നിക്ഷേപമാരാണ്. ഈ വിഷയത്തിൽ വളരെ എളുപ്പം അഹങ്കാരം കയറി വരും, നമ്മുടെ താഴ്മയെല്ലാം പോകും. അതുകൊണ്ടാണ് മത്തായി 6:19 മുതൽ 21 കർത്താവ് പറഞ്ഞത്, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഇവിടുത്തെ നിക്ഷേപമൊക്കെ നഷ്ടപ്പെടും, പുഴു അരിച്ചോണ്ട് പോകും അല്ലേ. ഇപ്പൊ പണമാണെങ്കിൽ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് തന്നെ, ഇപ്പൊ തന്നെ ഒരുപാട് ബാങ്കിൽ നിന്ന് തന്നെ അടിച്ചോണ്ട് പോയി അല്ലേ. ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് തന്നെ നമ്മൾ അറിയാതെ ആധാറുമായിട്ട് കണക്ട് ചെയ്ത് അടിച്ചോണ്ട് പോകും. പിന്നെ വീട് കെട്ടിയിട്ടാലും തടി വാങ്ങിച്ചിട്ടാലും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ദ്രവിച്ചു പോകും. നിങ്ങൾ പിന്നെ എവിടെ നിക്ഷേപം വെക്കണം? സ്വർഗത്തിൽ. ആരാ സ്വർഗത്തിൽ? യേശു ക്രിസ്തു. അവനായിരിക്കണം നമ്മുടെ നിക്ഷേപം. മറ്റ് നിക്ഷേപമൊക്കെ എപ്പോൾ വേണേലും കൊടുക്കാൻ തയ്യാറാണ് കർത്താവ്. നിക്ഷേപം, നികുതി കൊടുക്കണോ? കൊടുക്കാം. ചുങ്കം കൊടുക്കണോ? കൊടുക്കാം. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പോക്കറ്റ് മുഴുവൻ ക്ലീൻ ആവണോ? ക്ലീൻ ആവാം. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മനസാക്ഷിയോടെ നിൽക്കാൻ പറ്റണം. അവനുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്വരം കേൾക്കണം, സംസർഗം വേണം. അതാണ് എൻ്റെ നിക്ഷേപം. അവനെയാണ് ഞാൻ അത് കൊടുക്കൂല. കുറച്ചു നേരം ബ്രദറെ ആ ദൈവത്തെ മാറ്റിയിട്ട് നമ്മുടെ കൂടെ വന്നിരുന്ന് ദൂഷണം പറയോ? ഇല്ലില്ല, പറ്റത്തില്ല. കുറച്ചു നേരം ഈ ദൈവത്തെ മാറ്റിയിട്ട് ഞങ്ങളുടെ വേറെ വിഗ്രഹാരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇതൊരിക്കലും പറ്റൂല. പൈസ ഒക്കെ വേണം, നിങ്ങൾ എന്നെ വേണേൽ അടിച്ചോണ്ട് പോക്കോ. ഇതാണ് വചനത്തിലെ ദൈവഭക്തൻ അല്ലേ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം, സമയമായി. 3 മേഖലകൾ വളരെ വേഗം നമ്മുടെ താഴ്മയില്ലാതായി നമ്മൾ അഹംഭാവത്തിൽ ഉണരും, തല പോക്കും. അപ്പൊ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കണമെന്ന് 10ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ഈ 3 മേഖലകളും വളരെ സൂക്ഷിക്കണം. കാരണം ഇത് ഹൃദയത്തിൽ നിഗളം പെട്ടെന്ന് ഉളവാക്കും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തമ്മിലുള്ള സംസാരത്തിൽ, സംഭാഷണത്തിൽ ഈ ദുഷിക്കലും വിധിക്കലും ഒക്കെ മാറ്റിവെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരമുള്ള വ്യക്തികൾ പാപം ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിധിക്കണം എന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അധികാരമുള്ളവർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും, നിങ്ങളുടെ മക്കളുടെ മേൽ അധികാരമുണ്ടല്ലോ. സഭയ്ക്കകത്ത് നിങ്ങളൊരു ശുശ്രൂഷകനാണ്, വിധിക്കണം. നിങ്ങളുടെ ചുമതലയാണത്. നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകൾ പാപം ചെയ്തത് പാപമാണെന്ന് പറയണം. നേരത്തെ പൗലോസ് പറഞ്ഞാൽ ഞാൻ അവനെ പുറത്താക്കി, നിങ്ങളും പുറത്താക്കുക അല്ലേ. ലൈംഗിക പാപമൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല. ദൈവസന്നിധിക്ക് ഒരു വിശുദ്ധിയുണ്ട്, അത് കാത്തു സൂക്ഷിക്കണം. അല്ലാത്തവനെയൊക്കെ പുറത്താക്കണം. അല്ലെങ്കിൽ അവന് നമ്മൾ വ്യാജമായ പ്രത്യാശ പകർന്നു കൊടുക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അവൻ പോയ അവസാനം കുഴി വീഴുമ്പോൾ അവൻ പറയും, എൻ്റെ സഭക്കാരൊന്നും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കർത്താവേ. അപ്പൊ പിന്നെ അതിനുള്ള അടി നമുക്ക് തരും അല്ലേ. നമ്മൾ അന്യോന്യം സൂക്ഷിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒരാൾ പാപത്തിൽ നടക്കുമ്പോൾ അത് പോട്ടെ, കുഴപ്പമില്ലെന്നേ, ഒരാളോടായല്ലോ. അങ്ങനെ മെഗാ ചർച്ച നമുക്ക് പണിയണ്ട അല്ലേ. അപ്പൊ ആ രീതിയിലുള്ള വിധിക്കലേ ഉള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. പരദൂഷണത്തിൽ നിന്ന് വിട്ടുപോകണം, മാറിപ്പോകണം. വീട്ടിലുള്ളവരെ കുറിച്ച് ഒന്നും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത് അല്ലേ. താഴ്മ കാത്തു സൂക്ഷിക്കണം, നിഗളം വരാതിരിക്കാൻ സൂക്ഷിക്കണം. 2ാമത് പറഞ്ഞാണ് സ്വപ്നം കാണുമ്പോൾ എപ്പോഴും പറയണം കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ. അതെപ്പോഴും വായിക്കൂടെ ആ വാക്കുകൾ വന്നിട്ട് കാര്യമില്ല, ഹൃദയത്തിലെ മനോഭാവമായിരിക്കണം. ഞാൻ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. ഞാൻ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെയാണല്ല, എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെയല്ല. അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ സ്വപ്നം. 3ാമത് പണത്തെ സ്വരൂപിച്ച് വെച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഇത് തന്നെ വായിച്ചല്ലോ, പലരും നമ്മുടെ വീട്ടിൽ വന്ന് ജോലിയൊക്കെ ചെയ്തവരാണ്, അവർക്കൊക്കെ കൊടുക്കാനുള്ള കൊടുത്തോ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലരും ഈ സഭയ്ക്കകത്ത് അല്ലേ, സഭയ്ക്കകത്ത് ഒരാൾ കൊള്ളാം, അയാൾ ഗ്രാഫിക് ഡിസൈനറാണ്, മോനെ അടുത്ത ഇവൻറ്റിന് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തരണേ. അയാൾക്ക് ഇന്നേ വരെ അതൊന്നും കൊടുത്തിട്ടില്ല ആ കൂലി അല്ലേ. സഭയ്ക്കകത്ത് മുഴുവൻ ഓസ് പരിപാടിയാണ് അല്ലേ. അയാളുടെ വരുമാന മാർഗം അതാണെങ്കിൽ അയാൾക്കത് കൊടുക്കണം. അല്ല, അയാൾ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, വരുമാന മാർഗം വേറെ ഉണ്ടെങ്കിൽ. ഇത് അവൻ്റെ ജോലിയാണെങ്കിൽ അവനത് കൂലിയായിട്ട് കൊടുക്കണം. അല്ലാതെ ബിലീവറാണ് അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് ചെയ്തു തരും. നമ്മളങ്ങനെ പറയാറില്ല. അവിടെ ഒരു ബിലീവർ ഉണ്ട്, അയാൾ സുഖമായിട്ട് നമുക്ക് ചെയ്തു തരും. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുത്താ ഇല്ല അല്ലേ. പുല്ല് വെട്ടുന്ന ഒരുവൻ നമ്മുടെ കൂടെ സഭയിൽ വരികയാണെങ്കിൽ, എടാ മോനെ വീട്ടിൽ ഒന്നൊന്ന് പുല്ല് വെട്ടണേ, എന്നിട്ട് കൂലി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു കേട്ടോ, അവരുടെ മുറവിളിയൊക്കെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. അവൻ നിങ്ങളോട് വഴക്കിടാനൊന്നും വന്നിട്ടില്ല. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നില്ല. അവൻ പാവം ദൈവസന്നിധി കരഞ്ഞോണ്ടിരിക്കും, കർത്താവെ അവർ ഏതാണ്ട് വിളിച്ചു, ബിലീവർ ആണെന്നും പറഞ്ഞ് എന്നെ ചൂഷണം ചെയ്തു, അല്ലാതെ എനിക്കൊരു കാശും തന്നില്ല അവർ.
ആ മുറവിളി ദൈവസന്നിധി പോകും. അപ്പം ഇന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം, ആർക്കെങ്കിലും കൂലി കൊടുക്കാനുണ്ടോ? ഏതെങ്കിലും നികുതി കൊടുക്കാനുണ്ടോ? ഏതെങ്കിലും ചുങ്കം വെട്ടിച്ചോ? നമ്മൾ എല്ലാം കൊടുക്കണം അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പോയപ്പോൾ അവർ പറയാണ്, ചേട്ടാ ഈ സിനിമ ഡൗൺലോഡ് ചെയ്തതിന് എന്തെങ്കിലും ചെയ്യണോ അല്ലേ? ഇവിടെ ആരും സിനിമ കാണാത്തവരാൻ തോന്നുന്നു. അവിടെ സിനിമ കാണുന്നവരാണ്. അവർ തിയേറ്ററിൽ പോയി ടിക്കറ്റ് കൊടുക്കാതെ ഈ പൈറേറ്റഡ് സാധനം ഡൗൺലോഡ് ചെയ്ത സിനിമയാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, പഴയ സിനിമകളല്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, OTT പ്ലാറ്റ്ഫോമിന് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കും. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് കാശ് കിട്ടും അല്ലേ? ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ. അങ്ങനെ അവർ ചെയ്തു അല്ലേ? ഒരിടത്തും കൊടുക്കാനില്ല. മറ്റേ കടം കൊടുക്കേണ്ട ഒരാൾ മരിച്ചുപോയി, ഇനി എന്തോ ചെയ്യും? അത് കൊണ്ടുപോയി സ്തോത്ര കാഴ്ച ഇടുക, ദൈവത്തിന് കൊടുക്കുക. കൈ വെക്കരുത്. ഇങ്ങനത്തെ അനീതിയിൽ നമ്മൾ പ്രാപിച്ചത്, വെട്ടിച്ചും കൊടുക്കാതെയൊക്കെ വെച്ചിരിക്കുന്ന പണമൊന്നും നമുക്ക് വേണ്ട, അതങ്ങ് കൊടുക്കുക. പണമോഹം അത്രയ്ക്ക് കുറയും. കൊടുക്കേണ്ട എല്ലാം കൊടുക്കണം. ദൈവം മാത്രമായിരിക്കണം നമ്മുടെ നിക്ഷേപം. പണമോഹം നിമിത്തം നമ്മുടെ ഹൃദയത്തിൽ നിഗളം വരുവാൻ ഇടയാകരുത്. നമ്മളാരും പണത്തിൽ അഹങ്കരിക്കരുത്. അതൊക്കെ ഇവിടെ പറഞ്ഞ പോലെ പുഴുവരിച്ചും കത്തിയൊക്കെ പോകും. അപ്പം നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള ഗർവം നിമിത്തം ഒന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ക്ഷമ ചോദിക്കാം. ഞാൻ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഈ മാനസാന്തരം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. ഞാൻ വെറുതെ വായിക്കുന്നതേ ഉള്ളൂ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദവുമായി തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, നിന്റെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങൾ നീ അറിയുന്നല്ലോ കർത്താവേ. ആരുടെ ഹൃദയത്തിൽ ഗർവമുണ്ടെന്നും ആരുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടെന്നും നിനക്കറിയാമല്ലോ കർത്താവേ. ഞങ്ങളാരും ഞങ്ങളെക്കാളും ഉന്നതമായിട്ട് ഭാവിച്ച് നിഗളികളായി പോവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. ദൈവം ഗർവമുള്ളവനെ വെറുക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളാരും ആ പരിതാപസ്ഥിതിയിലേക്ക് തരം താഴ്ന്നു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ ഉൾപ്പെടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ കേട്ട വിഷയങ്ങളിൽ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടായിരിക്കാൻ സഹായിക്കണമേ. മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ചോ കുറ്റങ്ങളെക്കുറിച്ചോ ഒക്കെ സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ, ദൈവമേ, അങ്ങനത്തെ അവസരങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കണമേ. അഥവാ അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്, നിങ്ങളുടെ കർത്തവ്യമാണെങ്കിൽ മാത്രം അതിലേക്ക് കടക്കുവാൻ നീ അനുവദിക്കണമേ. അല്ലെങ്കിൽ അത് വിട്ട് ഓടിപ്പോകുവാൻ, ദൂഷണവും വിധിക്കുന്നതും വിട്ട് ഓടിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പരദൂഷണവും ഏഷണി പറച്ചിലും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. അതിനെ വെറുക്കുവാൻ, അതിനെ വിട്ട് ഓടുവാൻ, ഞങ്ങളുടെ അതരങ്ങളെ കർത്താവേ നിയന്ത്രിക്കുവാൻ, നാവിനെ കടിഞ്ഞാണിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കൂട്ടമായി ഇരുന്ന് കൂട്ടത്തിൽ ഇല്ലാത്തൊരുവനെ കുറിച്ച് കുറ്റം പറയുന്ന മാനുഷിക ആ ഒരു പ്രവണതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായിട്ട് സഹായിക്കണമേ. സ്വപ്നം കാണുമ്പോൾ, ഹൃദയത്തിൽ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകൾ മെനയുമ്പോൾ എപ്പോഴും ദൈവത്തോട് കീഴ്പ്പെടുന്ന, ആ വിധേയപ്പെടുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. ഞങ്ങളിങ്ങനെ ദിവാസ്വപ്നം കണ്ട് ലോകത്തിലും എല്ലാ മോഹങ്ങളുടെയും പുറകെ ഓടുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ലല്ലോ. അല്പകാലമേ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ആത്മീയമായിട്ടുള്ള കർത്താവെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ, അന്ത്യനാളിൽ നിന്റെ അടുക്കൽ വന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്നുള്ള വിളി കേൾക്കുവാനുള്ള ആ ഉത്തമ ബോധ്യത്തോടെ, ലക്ഷ്യത്തോടെ കർത്താവെ ഓടുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളത്തിൽ സ്വപ്നങ്ങളെ ചൊല്ലി, നാളെയെ ചൊല്ലി പ്രശംസിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പണമോഹത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹൃദയത്തിൽ പണമൊരു വിഗ്രഹമായി വാഴരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പണത്തിൽ നിന്ന് അകലുവാൻ, പണം ചെലവാക്കുവാൻ, പണം കൊടുക്കുവാൻ നീയായിട്ട് ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും പണം കൊടുത്ത് പണം ഞങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ഏക നിക്ഷേപം നീ മാത്രമായിരിക്കട്ടെ കർത്താവേ. നീ മാത്രമായിരിക്കട്ടെ, നീ മാത്രമായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം സ്വീകരിക്കാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹവും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും
ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മേവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കുഞ്ഞാടായ യേശുക്രിസ്തുവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വേഗം വരേണം.